നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പാത്രം അറിഞ്ഞ് ഫിഷ് ഇടുക എന്നുള്ളത്. അങ്ങനെ പാത്രം അറിഞ്ഞ് ഫിഷ് ഇട്ട ഒരു കഥ ആമുഖമായിട്ട് പറയാം. എനിക്ക് ഇന്നലെ ഒരു ഫോൺ വന്നു ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇന്ന് ചെയ്യാനുള്ള എപ്പിസോഡിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. ഞാൻ ഫോൺ എടുത്തപ്പോൾ ഒരു സ്ത്രീയാണ്. ഹലോ, ഇത് മിസ്റ്റർ ശാന്തിയുള്ള ദിനേശാണോ? ഞാൻ അതെ. ഞാൻ ഇന്ന ആളാണ് എന്നൊരു പേര് പറഞ്ഞു. ഞാൻ കേട്ടാ പറയൂ. അല്ല, ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറയൂ, ഞാൻ മറ്റേ ആളിൻ്റെ ഭാര്യയാണ്. ഞാൻ പറയൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലാകുന്നില്ല ആളാരാണ്. അപ്പോൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഇന്ന ആളാണ്. ഞാൻ ആര്? ഞാൻ മലയാള സിനിമയിലൊക്കെ അഭിനയിക്കുന്ന, നായികയായിട്ട് അഭിനയിക്കുന്ന ഇന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം എന്നെ ഒരിക്കലും വിളിക്കേണ്ട ആളല്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു സിനിമയിലും അവരോട് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, സോറി, ഒരിക്കലും താങ്കളെ പോലെ ഒരാൾ എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചല്ല. എന്താ എന്ന് ചോദിച്ചു. അല്ല, വെറുതെ ഞാൻ വിളിച്ചതാണ്. ഞാൻ താങ്കളുടെ പ്രോഗ്രാമുകൾ സ്ഥിരമായിട്ട് കാണും. സന്തോഷം. ഞാൻ അങ്ങനെ കേട്ട 2 പ്രോഗ്രാം എന്നെ ഒന്ന് ചെറുതായിട്ട് വേദനിപ്പിച്ചു. ഞാനിട്ട് എന്താ? ഒന്ന്, നമ്മുടെ പത്മരാജ സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിരുന്ന കുമ്പളങ്ങി ബീന. അങ്ങനെ അതെ, അവരിപ്പോൾ ഒരു അനാഥാലയത്തിലാണോ? ഞാൻ അതെ. അവർക്ക് അമ്മ നേതൃത്വം നൽകി മാധ്യമം പത്രം വച്ചു കൊടുത്തൊരു വീട്ടിൽ നിന്ന് അവരുടെ സഹോദരി തന്നെ ഇറക്കി വിടുകയും അങ്ങനെ സീമാജി നായർ കൊണ്ടുവന്ന് അടൂരൊരു അനാഥ മന്ദിരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അവരോടൊപ്പം ഒരു സിനിമയിലും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആയിക്കോട്ടെ. 2, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്ക് വളരെ റെയറായ ഒരു ക്യാൻസറാണ്. 3-4 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞൊരു മാറ്റർ ചെയ്തില്ലേ? ഞാൻ ചെയ്തു. ആ കുട്ടിയുടെ എന്തായി? ഞാൻ ആ കുട്ടി മരിച്ചുപോയി. അയ്യോ, മരിച്ചുപോയോ? ഞാൻ മരിച്ചുപോയി. അത് ഓപ്പറേഷൻ നടക്കുമ്പോൾ മുമ്പ് തന്നെ മരിച്ചു. എന്ന് മാത്രമല്ല, ക്യാൻസർ പലതരത്തിലുള്ളതിൽ ഏറ്റവും റെയറായ ക്യാൻസറായിരുന്നു. ഓപ്പറേഷൻ നടത്തിയാലും ആ കുട്ടി രക്ഷപ്പെടില്ല എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. പക്ഷേ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അയാളോട് പറയാൻ പറ്റുമോ? അനിയ, നിൻ്റെ ഭാര്യ ഓപ്പറേഷൻ നടത്തിയാലും രക്ഷപ്പെടില്ല, വെറുതെ 35 ലക്ഷം രൂപ ഉണ്ടാക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു. സത്യം പറഞ്ഞ് ഞാൻ അവരെ കൂടെ പറഞ്ഞു, നിങ്ങളൊരു ജാടത്തെണ്ടി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞു, ഒരു ജാടത്തെണ്ടിയാണ് നിങ്ങളെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത്രയും വിശാലമായ മനസ്സുള്ള ഒരാളാണെന്ന് എനിക്ക് അതിശയം തോന്നുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു, ആ ക്യാൻസർ വന്ന് മരിച്ച കുട്ടിയുടെ ഭർത്താവും മോളും ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, കണ്ണൂർ. അവർ ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ വന്നിട്ടില്ല. എങ്ങനെ ജീവിത സാഹചര്യം കൊണ്ട് വളരെ മോശമാണ്. അയാൾക്കൊരു പണി പോലും ഇല്ല. കാരണം ഈ കുട്ടി ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 2-3 വർഷം നിന്ന കാരണം അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ പറ്റാതായപ്പോൾ ജോലിയെല്ലാം പോയി. കഷ്ടമാണ്. പിന്നെ ആ കുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത്, ഈ 3 വയസ്സായ പെൺകുട്ടി കരുതിയിരിക്കുന്നത് അമ്മ ആശുപത്രിയിൽ പോയിരിക്കുന്നു എന്നാണ്. എപ്പോഴും അച്ഛനോട് ചോദിക്കും, അമ്മ ആശുപത്രിയിൽ നിന്ന് എന്ന് വരുമെന്ന്. അമ്മ മരിച്ചതുപോലും ആ കുട്ടിക്ക് അറിയില്ല എന്താണെന്ന്. ഇത് കേട്ടപ്പോൾ അവർക്കങ്ങ് സങ്കടം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഫോണിൽ കൂടെ ഒരു തേങ്ങൽ പോലെ വന്നു. പിന്നെ അവർ സംസാരിക്കുന്ന മുഴുവൻ കരഞ്ഞിട്ടാണ്. എന്നാലും അങ്ങനെ ഒരു വിധി ഉണ്ടായാലോ, ആ കൊച്ചുകുട്ടി പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ അവർക്കൊരു 10,000 രൂപയും ആ ബീന ചേച്ചിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ. എനിക്ക് തൊടുപുഴ വാസന്തിയോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവർ ട്യൂബിലൂടെ മരുന്നൊക്കെ ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. മരിച്ച ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിച്ചനെ. എനിക്ക് പരിചയമില്ലെങ്കിൽ പോലും ഞാൻ ബീന ചേച്ചിക്ക് ഒരു 15,000 രൂപയും ഈ കണ്ണൂരുള്ള ആ കൊച്ചുകുട്ടിക്ക് ഒരു 10,000 രൂപ അയച്ചു തന്നാൽ അവർക്ക് കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, പിന്നെന്ത്, തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ പറഞ്ഞു കൊടുത്തു. അല്ല, ഈ എന്താ പറയുക, ഗൂഗിളിൽ അയക്കാനുള്ള നമ്പർ പറഞ്ഞു കൊടുത്തു. 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ വന്നു, 21,000 രൂപ. ഞാനപ്പം തന്നെ കണ്ണൂർ വിളിച്ച് അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ അയാൾ തിരിച്ചെനിക്ക് മെസ്സേജ് അയച്ചു. ആ മാഡത്തിന് 100 കോടി പുണ്യം എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജൊക്കെ അയാൾ അയച്ചു. ഞാൻ ആ പൈസ, എനിക്ക് ഇതൊന്നും ഗൂഗിൾ പേ ഒന്നും അയക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ മകൻ വന്നിട്ട് നാളെ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന് മറുപടികൾ അയച്ചു. അതുപോലെ തന്നെ ഞാൻ കുമ്പളങ്ങി ബീന ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ബീനയെ വിളിക്കുമ്പോഴാണ് പറയണത്, അവർ അനാഥ മന്ദിരത്തിൽ നിന്ന് പോയി. കാരണം അവരുടെ സഹോദരിയും ഭർത്താവിനെയും മാറ്റി പോലീസ് താക്കോല് വാങ്ങി അവർക്ക് കൊടുത്തു. അങ്ങനെ 2 ആഴ്ചയായിട്ട് അവരവിടെ ഉണ്ട്. പക്ഷേ ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ല. കാരണം
ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്ന മാധ്യമമാണല്ലോ. മാധ്യമക്കാരും ആ പണി ഏറ്റെടുത്ത കോൺട്രാക്ടറുമായിട്ട് എന്തോ തെറ്റിയതുകൊണ്ട് അവൻ ബാക്കി വർക്ക് ചെയ്യാതെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. അപ്പോൾ വീട്ടിൽ കയറി താമസിക്കണമെങ്കിൽ ഇനി കുറേ കാശ് കൂടെ വേണം. ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് വീട് ഇങ്ങനെ പൂർണ്ണമായ വീട് കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യോ അത് അങ്ങനെ പരാതി പറയുകയല്ല, കാരണം അമ്മയോടും മാധ്യമം പത്രത്തോടും ഒക്കെ എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. പക്ഷേ നടന്നത് മാധ്യമവും ആ വീട് വർക്കെടുത്ത കോൺട്രാക്ടറുമായിട്ട് തെറ്റിയതിൽ വീട് പണി തീർന്നില്ല. അപ്പോൾ കുറച്ച് കാശ് മുടക്കിയാലേ അത് വീട്ടിൽ കയറി താമസിക്കാൻ പറ്റൂ, അതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് ഈ നടിയുടെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിച്ചേക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹപൂർവ്വം അയച്ച 15,000 രൂപ ദിനേശ് തന്നു എന്ന് പറഞ്ഞ് വിളിച്ചേക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കണ്ണൂരുകാരൻ എനിക്ക് അയച്ച മെസ്സേജ്, ഞാൻ അവനയച്ച മെസ്സേജും എല്ലാം കൂടി ഈ നടിക്ക് ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് 6-7 പ്രാവശ്യം വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു, നന്ദി പറഞ്ഞുകൊണ്ടും വേറെ ചില കാര്യങ്ങൾ സംസാരിച്ചു ഒക്കെ. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ ദിനേശ് എന്ന് വിളിക്കണോ ദിനേശ് ചേട്ടാന്ന് വിളിക്കണോ എന്നിട്ട് അവരുടെ വയസ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ദിനേശ് ചേട്ടാന്ന് വിളിക്കണം, നിങ്ങളെക്കാൾ ഒരുപാട് വയസ്സ് എനിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ദിനേശ് ചേട്ടാ, അർഹതപ്പെടുന്ന, ഞാൻ വലിയ കാശുകാരിയൊന്നുമല്ല, ഞാൻ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്ന ആളാണ്, എന്നാലും ഞാൻ പറയുന്നു, അർഹതപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ളൊരു സഹായം 10,000-25,000 രൂപ സഹായിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ദിനേശ് ചേട്ടാ എന്നെ വിളിക്കണം, ഞാൻ തരാം എന്നവർ പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ സിനിമയിൽ. ഇവിടെ 1 രൂപ കൊടുത്തിട്ട് കാല് നീട്ടി വെച്ച് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അതിനെ പബ്ലിസിറ്റി ആക്കുന്ന നാട്ടിൽ ആരോടും പറയരുത് ചേട്ടാ. അവരുടെ 2 പേരോടും പറയണം. ഞാൻ കേട്ടോ അവരുടെ 2 പേരോടും നിങ്ങൾ വിളിച്ചു എന്ന് പറയട്ടെ എന്നിട്ടും പറയണമെന്നില്ല ചേട്ടാ. അഥവാ പറഞ്ഞാലും ആരോടും പറയരുതെന്ന് പറയും. കാരണം പിന്നെ എനിക്കിത് മാത്രമായിരിക്കും ജോലി, അതെങ്ങനെ കൊടുക്കാനുള്ള കാശ് എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ 2 പേരോടും പറഞ്ഞു, ഇങ്ങനെ ഇന്ന നടി തന്നതാണ്, പക്ഷേ അവരുടെ പേര് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ആ 2 പേർക്കും 15ഉം 10ഉം വെച്ച് ഞാൻ അയച്ചു കൊടുത്തു. ഞാനിതായി നമ്മുടെ ചാനലിലൂടെയും പറയുന്നു, ആ അഭിനേത്രിക്ക് 1 കോടി പുണ്യം കിട്ടട്ടെ. കാരണം അർഹതപ്പെട്ട 2 പേർക്കാണ് അവരാ കാശ് അയച്ചു തന്നത്. നമസ്കാരം. ഞാനിന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയും ആ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥയുമാണ് പറയുന്നത്. ഞാൻ ഒരുപാട് പേരെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ അന്വേഷിച്ച് നടന്നിരുന്ന കാലത്ത് ടൈറ്റാനിയത്തിലെ ഒരു സ്വാമി കിഴക്കക്കോട്ടയിലെ പഴയ പുസ്തകം വിൽക്കുന്നിടത്ത് വരുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അനാരോഗ്യവനാണെന്നാണ്, വരാറില്ല. അപ്പം ഞാൻ ഈ കാണുന്നവരോടൊക്കെ എൻ്റെ സ്വപ്നം പറയും, എനിക്കൊരു സിനിമാ സംവിധായകനാകണം, അതിനുവേണ്ടി ആരോടെങ്കിലും നല്ല ആരുടെങ്കിലേക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഒരു ദിവസം സ്വാമി എന്നോട് പറയുന്നു, ഞങ്ങളുടെ ടൈറ്റാനിയം കമ്പനിയിൽ ഒരു സംവിധായകൻ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആര്? ബാലു കിരുത്ത് എന്നാണ് അയാളുടെ പേര്. ഞാൻ പറഞ്ഞു, അയ്യോ അദ്ദേഹം അവിടെയാണോ? അതെ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ദിനേശിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞായറാഴ്ച പഴുതക്കാട് ടാഗോർ തിയേറ്ററിന് എതിർവശത്തുള്ള അദ്ദേഹം അന്ന് താമസിക്കുന്ന വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഈ സ്വാമി, ടൈറ്റാനിയത്തിലെ സ്വാമി. അവിടെ ചെന്നു ബെല്ലടിച്ചു, ഗേറ്റ് തുറന്ന് അകത്ത് കയറി. അകത്തുനിന്ന് നമ്മൾ ആരെയാണോ കാണാൻ സ്വപ്നം കണ്ടിരുന്ന ആ സംവിധായകൻ തന്നെ ഇറങ്ങി വന്നു. ആ സ്വാമി വരണം എന്ന് പറഞ്ഞ് സ്വാമിയെ വിളിച്ച് അകത്തേറ്റിരുത്തി സംസാരിച്ചു. ഇങ്ങനെ കൂടെ ഒരുത്തം വന്നിരിക്കുന്നുള്ള നോട്ടമേ ഇല്ലായിരുന്നു. ഞാൻ പുറത്തിങ്ങനെ നിൽക്കുക, കൈവരിയിൽ പിടിച്ച്. അവർ 2 പേരും അകത്തിരുന്ന് സംസാരിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കൈവരി പിടിച്ച്. കുറേ കഴിഞ്ഞപ്പോൾ സംവിധായകൻ ചോദിച്ചു, എന്താ പേര്? ഞാൻ പേര് പറഞ്ഞു. ഏതുവരെ പഠിച്ചു? പറഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം അകത്ത് പോയി ഒരു മാതൃഭൂമി പത്രവും ഒരു പേപ്പറും ഒരു പേനയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതിലൊരു പാരഗ്രാഫ് ഒന്ന് എഴുതൂ. ഞാൻ ആ കൈവരിയിൽ വെച്ച് തന്നെ, ഇരിക്കാനൊന്നും പറ്റില്ല, നിന്നുകൊണ്ട് തന്നെ കൈവരിയിൽ നിന്ന് പേപ്പർ വെച്ചിട്ട് എഴുതി, ഒരു പാരഗ്രാഫ് എഴുതി കൊടുത്തു. പുള്ളി അതിങ്ങനെ വായിച്ചു. ഇടയ്ക്കൊന്ന് സ്വാമിയെ നോക്കി, അടുത്ത് എന്നെയും നോക്കി, വീണ്ടും പേപ്പറിൽ നോക്കി. എന്നിട്ട് പിന്നെ ഈ കൈയക്ഷരം കുറച്ചുകൂടി ശരിയാവാനുണ്ട്, ഒരു കാര്യം ചെയ്യും, ഒരു 10 വർഷം നന്നായിട്ട് കൈയക്ഷരമൊക്കെ എഴുതി പഠിച്ച് നല്ല ക്ലിയറായിട്ട് റെഡിയായ ശേഷം എന്നെ ഒന്ന് കാണുമെന്നുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കിയേ. സ്വാമിയൊന്നും മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. ഞങ്ങൾ ശരി എന്ന് പറഞ്ഞെങ്കിൽ പോന്നു. ഞാനത് കഴിഞ്ഞ് ഒരുപാട് പേരെ കണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണല്ലോ ഞാൻ സിനിമ പത്രപ്രവർത്തനായത്. അങ്ങനെ ഞാൻ ഫിലിം നൈറ്റിൻ്റെ തിരുവനന്തപുരം ലേഖകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോഴിക്കോട്ട് നിന്ന് എനിക്കൊരു കത്ത് വന്നു. നോക്കുമ്പോൾ ബാലു കിരുത്ത് വിവാഹിതനാവുന്നതിൻ്റെ ക്ഷണക്കത്താണ്. അപ്പോൾ ആ സെറ്റ് കല്യാണം പോയി കവർ ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഞാനുണ്ട്, കല്യാണം കവർ ചെയ്യാൻ ചെന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, കൈ കൊടുത്തു. ഞാൻ ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ വാരികയുടെ തിരുവനന്തപുരം ലേഖകനാണ്,
ശാന്തിയുള്ള ദിനേശ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ആ ഫോട്ടോ ഒരു പേജിൽ കല്യാണ ഫോട്ടോയൊക്കെ ഇട്ട് നന്നായിട്ട് മാറ്റർ കൊടുത്തു. പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് ചെയ്ത കുറേ സിനിമകളുണ്ട്. ഒന്നും മിണ്ടാത്ത ഭാര്യ, നായകൻ, വിസ, തകലൂട്ടാമ്പുറം, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തല്ലോ. പക്ഷേ അർഹിക്കുന്ന രീതിയിൽ പത്രങ്ങളോ സിനിമ വാരികളോ ഒന്നും ആ വിവാഹ വാർത്ത കൊടുത്തില്ല. പക്ഷേ ഫിലിം നൈറ്റ് അർഹിക്കുന്ന രീതിയിൽ വാർത്ത കൊടുത്തു. അതിനുശേഷം എവിടെയൊക്കെ വെച്ച് കണ്ടപ്പോൾ പുള്ളി എന്നോട് അതിന് താങ്ക്സ് പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് നമ്മളെ കല്യാണം വിവാഹം കവർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഞാൻ വീട്ടിൽ ചെന്നത് മറന്നുപോയി എന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞു, ടൈറ്റാനിയം സ്വാമി പണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ താങ്കളെടുത്ത് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് അതിൽ നിന്ന് ഉൾട്ടടിച്ച് വെക്കളല്ലേ. വേറെ ഒന്നും തോന്നരുത്. 12 വർഷം പിന്നെ പുള്ളി ഞാൻ പോയി കണ്ട ശേഷം 12 വർഷം ഈ ബാലുക്കുര്യത്ത് എന്ന് വിളിക്കുന്ന, അല്ല ബാലുക്കുര്യത്ത് എന്നറിയപ്പെടുന്ന ഞാൻ ബാലുചേട്ട എന്ന് വിളിക്കുന്ന സംവിധായകൻ പിന്നെ സിനിമ ചെയ്തിട്ടില്ല. 12 വർഷം കഴിഞ്ഞ് അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ ആദ്യം ചെയ്തത് എന്നെ വിളിച്ചു. എന്നെ ഒന്ന് കാണണം, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. യാത്രി നിവാസം എന്ന് പറഞ്ഞ തെക്കാടുള്ള യാത്രി നിവാസിലാണ് ചെല്ലാൻ പറഞ്ഞു. ചെന്നു. എന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു സിനിമ തുടങ്ങുന്നു. വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്നാണ് പേര്. ഫ്രാൻസിസ് ഡി മാവേലിക്കരയാണ് എഴുതുന്നത്. തിലകനാണ് പ്രധാന വേഷം ചെയ്യുന്നത്. ദിനേശിന് ആ സിനിമ അസോസിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. ഒപ്പം ഒരു പ്രതികാരം ചെയ്യും പോലെ തോന്നി. എന്തിനാ വിളിക്കുന്നതല്ലേ. എൻ്റെ പുറപ്പാടിലൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് കോപ്പി എടുത്തപ്പോൾ വായിക്കാൻ കൊണ്ട് രാജാജി കൊടുത്തപ്പോൾ തെക്കൃഷി മാമൻ എടുത്ത് വെച്ച് നോക്കി, ആരുടെ ഇത് എഴുതിയെന്നിട്ട് ഞാൻ, നീ 7 ജന്മം നിൻ്റെ അച്ഛൻ ജനിക്കണം, നിന്നെ നീ ഇങ്ങനെ എഴുതണമെങ്കിൽ എന്ന് പറഞ്ഞ് കുറേ തെറി രാജാജിയും തിലകചേട്ടനും ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ബന്ധമാണ്. കുറേ തെറി പറഞ്ഞു ആരുടെ എഴുതി. എന്നിട്ട് അവസാനം രാജാജി പറഞ്ഞത് അത് ദിനേശാണ്, നല്ല കൈയക്ഷരം, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ്. എന്നോടാണ് 10 വർഷം എഴുതി പഠിച്ചിട്ട് വരാൻ പറഞ്ഞത്. പക്ഷേ ബാലുചേട്ടന് പിന്നെ 12 വർഷം സിനിമ ചെയ്യേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്നുള്ള പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. ബാലുചേട്ടനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാം. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പെട്ടെന്ന് നമ്മൾ പറയുന്നതിന് മറുപടി പറയാൻ കഴിയുന്ന, ഹ്യൂമറായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരാളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള ചെയ്തികളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഹ്യൂമറുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചാൽ തന്നെ വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസിയുടെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ധ്യയ്ക്കാണ് എനിക്കൊരു ഫോൺ വരുന്നത്. സിന്ധു പ്രസവിച്ചു ഒരു ആൺകുട്ടി എന്നുള്ള വാർത്ത, ഞാൻ അച്ഛനായി എന്നുള്ള ആദ്യത്തെ വാർത്ത. ഞാൻ ഈ വിവരം പറഞ്ഞാൽ തന്നെ എപ്പോഴോ എന്ന് പറഞ്ഞു. ഞാൻ രാത്രിയുള്ള ഏതോ ട്രെയിനിൽ കേരളമതി പേപ്പർ വിരിച്ച്, അങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളമതിയിലാണ് യാത്ര ചെയ്തതെന്ന്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് മോനെ കണ്ട് വൈകുന്നേരത്തെ ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി. അങ്ങനെ മകനെ പ്രസവിക്കുന്നത് ഈ വെണ്ടർ ഡാനിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ അറിയുന്നത്. അതിനേക്കാളും ബാലുചേട്ടൻ എന്നെ കടത്തി വെട്ടി എന്താണെന്ന് ചോദിച്ചാൽ, പടം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കൂടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ അവിടെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് തീർന്ന് എൻ്റെ അന്ന് രാത്രി ബാലുക്കുര്യത്ത് തിരുവനന്തപുരത്തേക്ക് പോന്നു. ഞാനൊരു ദിവസം അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്, ഒരു വാക്ക് പോലും എന്നോട് പറയാതെ മോനെ കിടത്താനുള്ള കുഷനിലുള്ള കിടക്കാനുള്ള ഒരു സാധനം, പിന്നെ എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളും ഉടുപ്പുകളും ഒക്കെ ആയിട്ട് ഒരു സെറ്റുമായിട്ടാണ് ബാലുചേട്ടൻ എൻ്റെ മകനെ കാണാൻ ചെന്നത്. ഞാൻ വരുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെ അതിനുശേഷം ഞങ്ങൾ നല്ല ബന്ധം ഇപ്പോഴും എൻ്റെ നല്ല എന്താ പറയുക ആത്മബന്ധമുള്ളതിലൊരാളാണ് ബാലുചേട്ടൻ. ഇന്ന് എന്നോട് പറഞ്ഞത്, എടാ നിന്നോട് മാത്രമാണ്, എന്നെ കാണാൻ വന്നതിൽ നിന്നോട് മാത്രമാണ് ഞാൻ മോശമായി പെരുമാറിയത്. ബാക്കി എല്ലാ പേരെയും ഞാൻ നന്നായിട്ട് എൻ്റെ സ്വന്തം അനുജന്മാരൊക്കെ കൊണ്ട് നടക്കുകയും അതിലേറെക്കുറെ എല്ലാ പേരും എന്നോട് അതുപോലെ തന്നെ തിരിച്ച് സഹകരിക്കുകയും ചെയ്തവരാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ജോസ് തോമസ്, ഷാജി കൈലാസ്, VR ഗോപിനാഥ്, യേശുദാസ്, ഇങ്ങനെ ഒരുപാട് പേര് ബാലുചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വളർന്നു വന്നവരാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തോ സംസാരിക്കുമ്പോൾ ഞാൻ എന്തിനോ പുള്ളിയുടെ ദർശൻ രാമനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ചില്ലുവിളക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സീരിയലിൻ്റെ, ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ ടൈറ്റിൽ സോങ് ചെയ്ത ചില്ലുവിളക്കിൻ്റെ ടൈറ്റിൽ സോങ് സംഗീതം കൊടുത്തത് ദർശൻ രാമനും, എഴുതിയത് പൂവച്ചൽ ഖാദർ സാറുമായിരുന്നു. എന്തോ ദർശൻ രാമനെക്കുറിച്ച് ചോദിച്ച് സംസാരിച്ച് കുറേ നേരം സംസാരിച്ചു. കാരണം ഓണാഘോഷത്തിന് ആണ് ഞാൻ ആദ്യമായിട്ട് ആ കാഴ്ച കാണുന്നത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ യേശുദാസിൻ്റെ ഗാനമേള. അന്നത്തെ കാലത്ത് യേശുദാസ് പാടുമ്പോൾ മൈക്കിൻ്റെ വയറ് കുറേ ചുറ്റി റൗണ്ടിൽ പിടിച്ച് ഒരു കയ്യിൽ വെച്ചേക്കും. അങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ പാടുന്നത്. വെള്ളിയിട്ട് ദാസേട്ടൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ ഭയങ്കര രസമായി. വയറിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു കൗതുകം.
അങ്ങനെ ഒരു ഓണാഘോഷത്തിന് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഗാനമേള കേൾക്കാനിരിക്കുമ്പോൾ ദാസേട്ടൻ വന്ന് 5-6 പാട്ട് കഴിഞ്ഞിട്ട് ഇടയ കന്യക അടക്കമുള്ള 5-6 പാട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത് പാടുന്ന പാട്ട് യുവതലമുറയിലെ ഒരു പുതുമുഖമായ ബാലു കിരിയത്ത് എന്ന് പറയുന്ന യുവ സംവിധായകൻ എഴുതുകയും ഒരു യുവ സംഗീത സംവിധായകനായ ദർശൻ രാമൻ സംഗീതം കൊടുത്ത പാട്ടാണ് ഞാൻ പാടുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്നുള്ള പാട്ട് പാടി. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ സത്യത്തിൽ ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരുന്ന ആ പാട്ട് ദാസേട്ടൻ പാടുന്നത്. എന്ത് നല്ല വരികൾ, എന്ത് നല്ല സംഗീതം, എന്ത് നല്ല ആലാപനം. തകില് കൊട്ടാമ്പറം എന്ന് പറഞ്ഞാൽ ബാലു കിരിയത്ത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിലെ പാട്ടാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എന്ന് ആ പാട്ട് കേട്ടോ അന്നു മുതൽ ഈ സമയം വരെയും ഞാൻ ആ പാട്ടിൻ്റെ ആരാധകനാണ്. അപ്പം ബാലുചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, ബാലുചേട്ടാ ആ തകില് കൊട്ടാമ്പറമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടോ? കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളും ദർശൻ രാമനോടുള്ള ഒരു പടം തരുമോ എന്നിട്ട്. എനിക്ക് ഇവിടെ ദർശൻ രാമനെയും ബാലു കിരിയത്തിൻ്റെയും ഒരു പടം അയച്ചു. അത് വച്ചിട്ടാണ് ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആ പാട്ടിൻ്റെ ആരാധകരായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷാദഗാനങ്ങളെന്ന് പറഞ്ഞ് തരങ്ങിണി ഇറക്കിയ കുറേ സീരീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വിഷാദഗാനം ബാലു കിരിയത്ത് എഴുതി ദർശൻ രാമൻ സംഗീതം നൽകിയ 12 പാട്ടുകളാണ്. യൂട്യൂബിലുണ്ട്, നിങ്ങൾ തപ്പി നോക്കിയാൽ മതി വിഷാദഗാനങ്ങൾ. ആ 12 പാട്ടുകളും നമ്മളെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യും. ഒരു എന്താ പറയുക, പ്രണയാർദ്രമായ അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടപ്പെട്ടോളം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനായ ചെറുപ്പക്കാരൻ പാടുന്നതാണെന്ന് തോന്നുന്നു ആ 12 പാട്ട് കേട്ടാലും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാനതിൽ ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി ഇതാ ഒരു ഗാനം എന്നുള്ള പാട്ട് പാടിയപ്പോൾ എൻ്റെ കേട്ടിട്ടാ ഇതൊക്കെ നിനക്കറിയാമോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, നമ്മൾ കുട്ടിപ്രായത്തിൽ ഈ പാട്ടൊക്കെ കേട്ട് ആരാധനയോടെ വളർന്നു. അതെന്താ നിനക്ക് പ്രേമം ഉണ്ടായിരുന്നു? ഞാൻ പ്രേമമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രേമിക്കാവുന്ന ഒരു മനസ്സെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വേദന നിങ്ങളുടെ വരികളിൽ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് നേരം ഇന്നും ബാലുചേട്ടനോട് ഞാൻ സംസാരിച്ചു. സ്കൂൾ കോളേജ് കാലത്ത് തന്നെ എന്താ പറയുക, സിനിമ ഒരു ഭ്രാന്തമായ ആവേശമായിരുന്നു. ബാലചന്ദ്രൻ എന്നുള്ള സുഹൃത്തുക്കളെല്ലാം ജഗദീഷ് കുമാർ എൻ്റെ പറഞ്ഞത്, എടാ ഞാനും ബാലേന്ദ്രനും ഒന്നിച്ച് പഠിച്ചാണെന്നാണ്. അപ്പോഴാണ് ബാലു കിരിയത്തിൻ്റെ പേര് ബാലചന്ദ്രൻ എന്ന് ഞാൻ അറിയുന്നത്. സിനിമയിൽ തന്നെ എത്തണം എന്നതായിരുന്നു ചിന്തയും ആഗ്രഹവും പഠിക്കുന്ന കാലം മുതൽ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിക്കാനായിട്ട് അപേക്ഷ അയച്ചു. അങ്ങനെ സംവിധാനത്തിന് അപേക്ഷ അയച്ച് അവർ പരീക്ഷയ്ക്ക് വിളിച്ചു. പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കോടെ തന്നെ ബാലു കിരിയത്ത് ജയിച്ചു. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നു, വാക്കാലുള്ള ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിന് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഋഷികേശ് മുഖർജിയാണ്. നമ്മുടെ ചെമ്മീനൊക്കെ എഡിറ്റ് ചെയ്ത പ്രശസ്തനായ സംവിധായകനും എഡിറ്ററുമായ ഋഷികേശ് മുഖർജിയാണ് ജൂറി ചെയർമാൻ ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് തന്നെ ബാലു കിരിയത്ത് മറുപടി പറഞ്ഞു. ഇപ്പോഴും നമ്മൾ എന്ത് ചോദിച്ചാലും ഒന്നിനും എന്താ പറയുക ചിന്തിക്കേണ്ട കാര്യമില്ല. ബാലുചേട്ടന് പെട്ടെന്ന് മറുപടി പറയും. അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിച്ചു. നിങ്ങൾക്ക് കഥ എഴുത്തുണ്ടെന്ന് പറഞ്ഞു, കവിത എഴുത്തുണ്ടെന്ന് പറഞ്ഞു, ചിത്രം വരയ്ക്കുമെന്ന് പറഞ്ഞു, അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. കഷ്ടകാലം പോക്ക് നോക്കണം. ഉണ്ട്. ഞാൻ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് എന്നങ്ങ് അടിച്ചു. അതേതാ പാർട്ടി എന്നായി ഋഷികേശ് മുഖർജി. കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, കേരള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണെന്ന് പറഞ്ഞു. ഋഷികേശ് മുഖർജിയുടെ മുഖം മാറി. ഞാൻ ഫിലിം ക്യാമ്പസിനെ, ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫിലിം ക്യാമ്പസ് ആണല്ലോ, ആ ക്യാമ്പസിനെ രാഷ്ട്രീയക്കാർക്ക് കളിക്കാൻ വിട്ടുകൊടുക്കില്ല. ശരിക്കും ഒരുപാട് ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ബാലുചേട്ടൻ നിരാശനായി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ബാലുചേട്ടന് ഈ ബാലു കിരിയത്തിന് തൊട്ട് മുമ്പ് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അയാളും തുല്യ ദുഃഖിതരാണല്ലോ. രണ്ടുപേരും കൂടി എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ എന്ത് പറയുമെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ യുവാവിനോട് എന്താണ് നിങ്ങളെ തള്ളാൻ കാര്യമെന്ന് ചോദിച്ചു. നിങ്ങളെ എന്തുകൊണ്ട് തള്ളാനെന്ന് പരസ്പരം രണ്ടുപേരും ചോദിച്ചു. അവർ രണ്ടുപേരും കൂടി മദ്രാസിലേക്ക് ട്രെയിൻ കയറി. തുല്യ ദുഃഖിതരാണല്ലോ, അതുകൊണ്ട് മദ്രാസ് വരെ രണ്ടുപേരും കഥ പറഞ്ഞു. കഥ പറഞ്ഞ് മദ്രാസിലെത്തി, ഇറങ്ങി. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്ന് പറയാം. കാരണം ഈ കൂടെ ആ ട്രെയിനിലുണ്ടായിരുന്ന ചെറുപ്പക്കാരന് ആരെയെ കാണാനുണ്ട്. ബാലു കിരിയത്തിനാണെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. രണ്ടുപേരും രണ്ട് ബസ്സുകൾ കയറിപ്പോയി.
കുറേ നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ബാലുഗിരിത്ത് തനിക്ക് ഇറങ്ങേണ്ട അല്ലെങ്കിൽ തനിക്ക് കാണേണ്ട ആളിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം അകത്തേക്ക് കയറുമ്പോൾ നേരത്തെ യാത്ര പറഞ്ഞു പോയ ചെറുപ്പക്കാർ ആ വീട്ടിൽ ഇരിക്കുന്നു. അത് ചോക്കു ബാലുഗിരിത്തിൻ്റെ അമ്മയുടെ അകന്ന ബന്ധുവായ ആലുവയിലെ ഡോക്ടർ എസ് കെ നായർ എന്ന് പറഞ്ഞ 30 വർഷക്കാലം മദ്രാസിൽ എന്താ പറയുക സെൻസർ ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും സെൻസർ ബോർഡ് മെമ്പറായിരുന്നു. ആ ഡോക്ടർ എസ് കെ നായരുടെ വീട്ടിലാണ് അദ്ദേഹം ചെന്നത് ബാലുഗിരിത്ത്. അക്കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ മലയാളം വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു എസ് കെ നായർ, ഡോക്ടർ എസ് കെ നായർ. 2 എസ് കെ നായരുണ്ടെന്ന് പറയാൻ കാര്യം, ഒന്ന് മലയാള നാടിൻ്റെ എസ് കെ നായരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പൂനെയിൽ ഒന്നിച്ചു പോയിരുന്ന ആളും അവിടെ ഇരിക്കുകയാണല്ലോ. വലിയ ഹോൾഡുള്ള ആളാണ് എസ് കെ നായർ. MGR ഉൾപ്പെടെയുള്ള മദ്രാസിലെ പ്രബലരായ ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പൂനെയിൽ തോറ്റ കാര്യമൊക്കെ വിശദമായി ബാലുഗിരിത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിൽ ഞാൻ അഡ്മിഷൻ റെഡിയാക്കി തരാം. എനിക്ക് അടയാർ വേണ്ട, ഞാൻ ഒരിക്കൽ കൂടി പൂനെയിൽ തന്നെ പരീക്ഷ എഴുതും എന്നായി ബാലുഗിരിത്ത്. പക്ഷേ അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മറ്റേ ആളില്ലേ, തോറ്റയാൾ, അയാൾ പറഞ്ഞു അടയാറെങ്കിൽ അടയാർ അത് മതിയെന്ന് മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു. അയാൾക്ക് അടയാറിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അയാൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി. അദ്ദേഹമാണ് ഭാരതി രാജയുടെ സിനിമകൾ മനോഹരമായി 16 വയതിലെ അടക്കമുള്ള സിനിമകൾ മനോഹരമായി ചിത്രീകരിച്ച സിനിമാറ്റോഗ്രാഫർ നിവാസ്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി, ഈ കൊറോണയൊക്കെ ഒന്ന് മരിച്ചുപോയി. ഭാരതി രാജയുടെ കണ്ണായിരുന്നു നിവാസ് എന്ന് പറയാം. അത്രയും ഇന്ത്യയിലെ പ്രശസ്തരായ ഛായാഗ്രാഹകന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ തീർച്ചയായിട്ടും നിവാസ് ഉണ്ടാവും. ബാലുഗിരിത്തിൻ്റെ അപ്പൂപ്പൻ്റെ അനുജനാണ് CI പരമേശ്വരൻ പിള്ള. കേന്ദ്ര സംഗീത നാടക അക്കാദമി മെമ്പറാണ് അക്കാലത്ത് CI പരമേശ്വരൻ പിള്ള. അദ്ദേഹം ഒരു വാക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനോട് പറഞ്ഞാൽ, കാരണം അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേണിംഗ് ബോഡിയിലുണ്ട്, പൂനെയിൽ അഡ്മിഷൻ ഉറപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം പറയില്ല. CI പരമേശ്വരൻ പിള്ളയെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കലാ സാംസ്കാരിക രംഗത്ത് തലസ്ഥാനത്തെ ഒരു പ്രശസ്തനായ ആളായിരുന്നു CI പരമേശ്വരൻ പിള്ള. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന ഒരു കോളേജ് തല നാടക മത്സരം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അതിൽ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു പയ്യൻ നാടകം അഭിനയിക്കാനായിട്ട് വന്നു. നല്ല മനോഹരമായ പ്രകടനമായിരുന്നു ആ പയ്യൻ്റെ, കാണാനും നല്ല സുമുഖൻ. നാടകം വിലയിരുത്തിയ ജൂറിയിലെ ഒരാളായ CI പരമേശ്വരൻ പിള്ള മികച്ച നടൻ്റെ 1ാം സ്ഥാനം ആ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പയ്യന് കൊടുത്തു. നാടകം കഴിഞ്ഞപ്പോൾ ആ പയ്യനെ വിളിച്ചു വരുത്തി. നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. പയ്യൻ അന്തം വിട്ടുപോയി. കാരണം ചങ്ങനാശ്ശേരി SB കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് CI പരമേശ്വരൻ പിള്ള ചോദിക്കുന്നത്, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. താല്പര്യമുണ്ട്. അവനോട് നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് പോയി. പയ്യൻ മഞ്ചൂരുള്ള CI പരമേശ്വരൻ പിള്ളയുടെ വീട്ടിൽ രാവിലെ തന്നെ ചെന്നു. അദ്ദേഹം ഒരു കത്ത് എഴുതി കൊടുത്ത് വിട്ടു. കത്തെഴുതി കൊടുക്കാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഒരാഴ്ച മുമ്പ് പ്രശസ്ത പത്രപ്രവർത്തകൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന C കേശവൻ്റെ മകനാണല്ലോ പത്രപ്രവർത്തകനായ തൻ്റേടിയായ നട്ടലുള്ള ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണൻ. കൗമുദി ബാലകൃഷ്ണൻ എവിടെ വെച്ച് CI പരമേശ്വരൻ പിള്ളയെ കണ്ടപ്പോൾ പറഞ്ഞു, പിള്ള സാറേ, ഞങ്ങളൊരു സിനിമ എടുക്കുന്നു, അതിൽ പ്രധാന വേഷം ചെയ്യാൻ നല്ല ഒരു പയ്യനെ വേണം. നിങ്ങളാണെങ്കിൽ നാടകരംഗത്ത് പ്രശസ്തനല്ലേ, നല്ലൊരു പയ്യനെ സംഘടിപ്പിച്ച് തരൂ എന്ന് പറഞ്ഞിരുന്നു. ബാലകൃഷ്ണനാണ് CI പരമേശ്വരൻ പിള്ള കത്ത് കൊടുത്തയച്ചത്. ബാലകൃഷ്ണൻ കൊടുക്കാനാണ് കൊടുത്തയച്ചത്. ആ പയ്യനാണ് പിന്നീട് പ്രേം നസീറായി വളർന്നത്. ബാലകൃഷ്ണൻ്റെ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിച്ചതും ഒക്കെ ചരിത്രമാണ്. നിങ്ങൾക്ക് ഞാൻ പലവട്ടം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അധ്യാപകരായ അച്ഛനും അമ്മയും ആണെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നുള്ള ഒരു വാശിക്കാരനായിരുന്നു ബാലുഗിരിത്ത്. പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, അവിടെ എന്തായാലും എനിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അവിടെ ഒരു 4-5 മണിക്കൂർ എന്തെങ്കിലും ജോലിക്ക് പോയാൽ അധ്യാപകരായ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എനിക്ക് താമസിക്കാൻ ഭക്ഷണം കഴിക്കാനും അവിടെ ഫീസ് അടയ്ക്കാനുള്ള പൈസ മതി. അതിനൊരു 4 മണിക്കൂർ, രാത്രി 7 മണി മുതൽ 11 മണി വരെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാകാമോ എന്ന് അവിടെ ഒരാളിന് ചോദിക്കാൻ അയാൾ ഒരു ഹോട്ടലിൽ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു.
താമസിക്കാൻ സ്ഥലം റെഡിയാണ്. കാരണം CI ശ്രീധരൻ എന്ന് പറയുന്ന ഒരമ്മാവൻ അപ്പോൾ പൂനെയിലുണ്ട്. അമ്മയുടെ കൊച്ചച്ഛൻ്റെ മകൻ, അത് CR സോമൻ എന്ന് നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന CR സോമൻ്റെ ജ്യേഷ്ഠനാണ് CR ശ്രീധരൻ. മെറ്റീരിയോളജിക്കൽ എന്താ പറയുക സർവേയുടെ ഡയറക്ടർ ജനറലായിരുന്നു അന്ന് CR ശ്രീധരൻ. അതുമാത്രമല്ല ആദ്യമായി അറ്റ്ലാന്റിക്കിൽ പോയ ആളുമാണ് CR ശ്രീധരൻ. അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ താമസിച്ചോളാമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഭക്ഷണത്തിനും ഫീസിനുമുള്ള പൈസയ്ക്കാണ് ഈ 4 മണിക്കൂർ ഇങ്ങനെ പഠിക്കാനിരുന്നത്. പക്ഷേ എല്ലാം പൊളിഞ്ഞ് ഇനി പോന്നല്ലോ. നാട്ടിൽ വന്നിട്ട് വിസ്താരമ്മ എന്ന് പറഞ്ഞൊരു സിനിമാ മാസിക, ഉണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാളും കൂടെ ചേർന്ന് വിസ്താരമ്മ എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടാക്കി. അതിനു മുമ്പ് അദ്ദേഹം സിനി സോണിക് എന്ന് പറഞ്ഞ് വേറൊരു പത്രത്തിൽ ലേഖകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കമൽഹാസൻ അടക്കമുള്ള ഏതാണ്ട് ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ സിനിമാക്കാരെയും പരിചയമുണ്ട് ബാലുഗിരിത്തിന്. ബാലുഗിരിത്തിന് ആരും പറഞ്ഞൊന്നും കൊടുക്കണ്ട, ആരെയും പരിചയപ്പെടാൻ ഒരു മടിയില്ലാത്ത ആളാണ്. കാരണം ജാടയൊന്നുമില്ലല്ലോ, എല്ലാവരോടും നന്നായി ബിഹേവ് ചെയ്യുന്ന ആളായതുകൊണ്ട് എപ്പോഴും ആരെയും പരിചയപ്പെടാനും സുഹൃത്തുക്കളാക്കാനും കഴിവുള്ള ആളായിരുന്നു. വിസ്താരമയ്ക്കായി ഡോക്ടർ ബാലകൃഷ്ണനെ കാണാൻ പോയി. ഡോക്ടർ ബാലകൃഷ്ണൻ അന്ന് മദ്രാസിൽ ശങ്കുണ്ണീസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ക്ലിനിക്ക് നടത്തുകയാണ്. ഒപ്പം അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നുണ്ട്, തിരക്കഥ എഴുതുന്നുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്. അങ്ങനെ സിനിമയിലെ ഒരു സകലകലാ വല്ലഭനായി വിരാജിക്കുന്ന ആളാണ് ഡോക്ടർ ബാലകൃഷ്ണൻ. സംസാരത്തിനിടയിൽ പുതിയ പടം ചെയ്യുമ്പോൾ സംവിധാന സഹായിയായി ബാലുക്കുരുത്തിനെയും കൂട്ടാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. അപ്പോൾ തിരുവനന്തപുരത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങാൻ വേറൊരു ടീം ആലോചിക്കുന്ന കാലമായിരുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്ന പ്രശസ്തമായ താജ് ഹോട്ടൽ ബഷീറും KPSC ബാലനും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയാണ് മുഹൂർത്തം. തിരുവനന്തപുരത്ത് കനകക്കുന്നിൻ്റെ പുറകിലുള്ള RKVയുടെ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ്. അതിൽ ബാലുക്കിരത്ത് സംവിധാന സഹായിയായി ആദ്യമായിട്ട്. സംവിധാനം വിൻസെൻ്റ് മാഷിൻ്റെ അളിയൻ ബെന്നി അങ്കിൾ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ പ്രശസ്തനായ ഛായാഗ്രാഹകനും സംവിധാനവുമായ വിൻസെൻ്റ് മാഷിൻ്റെ അളിയനാണ് ബെന്നി അങ്കിളാണ് സംവിധാനം. മുഹൂർത്തങ്ങൾ കഴിയുമ്പോഴേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ വിളിച്ചു. പുതിയ സിനിമ തിരുവനന്തപുരത്താണ്, ഞാൻ നിർമ്മിക്കുന്ന പുതിയ സിനിമ, ഞാൻ നിർമ്മിച്ച് തിരക്കഥ എഴുതുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്താണ്. എനിക്ക് ഷൂട്ടിങ്ങിനായിട്ട് ഒരു 2 വലിയ വീടുകൾ വേണം, നിനക്കത് സംഘടിപ്പിച്ച് തരാമോ എന്ന് ബാലുക്കിരത്തിനോട് ചോദിച്ചു. ഒന്നൊരു പഴയ കൊട്ടാരം പോലെയൊക്കെ ഇരിക്കുന്നൊരു വീടായിരിക്കണം, വേറൊന്ന് ഒരു അൾട്രാ മോഡേണായ ഒരു വീട് വേണം. അപ്പോൾ കുന്നുകുഴിയിൽ ബാലുക്കിരത്തിന് പരിചയമുള്ള ഒരു സൂപ്പർ വീടുണ്ട്. രാഗ്നിയുടെ ഭർത്താവ് തമ്പിയുടെ 3 വീട് വെള്ളയമ്പലത്ത് അടുത്തടുത്തുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോഴും നിങ്ങൾ ഇനി പോകുമ്പോൾ നോക്കിയാൽ മതി. പോലീസ് ആസ്ഥാനം, DGPയുടെ ആസ്ഥാനം ഇരിക്കുന്ന ബിൽഡിംഗ്, ഇപ്പുറത്ത് ട്രിഡയുടെ ബിൽഡിംഗ്, അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ 3 ബിൽഡിങ് പ്രശസ്ത എന്താ പറയുക തിരുവിതാംകൂർ സഹോദരിമാരെന്ന് പറയുന്ന ലളിത പത്മിനി രാഗിണിമാരിലെ രാഗിണിയുടെ ഭർത്താവ് തമ്പിയുടെ വീടാണ് ആ 3 വീട്. അപ്പോൾ തമ്പി ചേട്ടനുമായിട്ട് ബാലുക്കിരത്തിന് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ബാലുക്കിരത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നെ എന്താ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ, ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്ന സത്യനന്ദിക്കാടിൻ്റെ എന്നത്തെയും സൂപ്പർ ഹിറ്റായ ഗാനമുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥ എഴുതി നിർമ്മിച്ച് എൻ്റെ ഗുരുനാഥനായ JC സാർ സംവിധാനം ചെയ്യുന്ന സിന്ദൂരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ 2 വീടുകൾ വേണമെന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞത്. ഈ സിനിമയിൽ ബാലുക്കുരുത്ത് സംവിധാന സഹായിയായില്ല, അസ്മാദിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസ്മാദി എന്ന് പറഞ്ഞാൽ ഈ ആഘോഷ കമ്മിറ്റി, ഇപ്പോൾ പറയുന്ന ആഘോഷ കമ്മിറ്റി എന്നാണല്ലോ. അപ്പോൾ ആ ഷൂട്ട് നടക്കുന്നിടത്തെ അസ്മാദിയായിട്ട് ബാലുക്കുരുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആഘോഷ കമ്മിറ്റിക്കാരൻ്റെ ആക്റ്റീവായ നല്ല ചടുലതയോടുള്ള പെരുമാറ്റം, ബാലുച്ചേട്ടൻ ഇങ്ങനെ ചാടി നടക്കുള്ളൂ ഇപ്പോഴും. ആ പെരുമാറ്റം ഡോക്ടർക്ക് ഇഷ്ടമായി. എല്ലാത്തിനും ഒരു വേഗതയുള്ള ആളാണ് ബാലുക്കുരുത്ത്, നല്ല തമാശകളും പറയും. P. ചന്ദ്രകുമാറാണ് ആ പടത്തിൻ്റെ സഹസംവിധായകൻ, ഇപ്പോഴത്തെ അസോസിയേറ്റ് ഡയറക്ടർ. സത്യനന്ദിക്കാടാണ് സംവിധാന സഹായി. സിന്ദൂരത്തിൻ്റെ പാട്ട് എഴുതുന്നതും സത്യനന്ദിക്കാടാണ്. ഒരു നാൾ പിന്നെയും ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വിളി വന്നു. ഈ പടത്തിൽ അഭിനയിക്കാമെന്ന് ഏറ്റ പറവൂർ ഭരതൻ സമയത്തിന് വന്നില്ല. പല ആവർത്തി വിളിച്ച് ചോദിച്ചപ്പോൾ വരാമെന്ന് പറയുന്നല്ല, വരുന്നില്ല. ലോ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമയാണ്, നമുക്കിങ്ങനെ വലിച്ചടിച്ച് കൊണ്ടുപോകില്ല. അയാൾ വരാത്തത് കാരണം ഷൂട്ടിംഗ് കുഴയാൻ സാധ്യതയുണ്ട്, പകരം ഒരാളെ വേണം, ആരുണ്ട് എന്ന് ചോദിച്ചു. ആരുണ്ടോ എന്ന് ചോദിച്ചാൽ ബാലുക്കുരുത്ത് ഒന്ന് ആലോചിച്ചിട്ട് ചന്ദ്രകുമാറിനോട് പറഞ്ഞു, ഒരാളെ പറ്റി പറഞ്ഞു. മെനഞ്ഞാന്ന് ഞാൻ ടൈറ്റാനിയം റിക്രിയേഷൻ ക്ലബ്ബ് നടത്തിയ ഒരു പ്രൊഫഷണൽ നാടകം കണ്ടു.
അപ്പോൾ ബാലുക്കരത്ത് ടൈറ്റാനിയത്തിലെ ഉദ്യോഗസ്ഥനാണല്ലോ. ആ നാടകത്തിൽ ഒരു നടൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു. നാടകം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രീൻ റൂമിൽ ചെന്ന് ആ നടനെ പരിചയപ്പെട്ടു എന്ന് ബാലുക്കരത്ത് പറഞ്ഞു. ഇത്രയും കേട്ട പി ചന്ദ്രകുമാർ പറഞ്ഞു, ഇക്കാര്യം ഡോക്ടറോട് പറയും. ബാലുക്കരത്തിൻ്റെ വർത്തമാനം കേട്ട ഡോക്ടർ അയാളെ വരുത്താൻ പറഞ്ഞു. എൻ്റെ കൈവശം ആ നടൻ്റെ ഫോൺ നമ്പറോ വിലാസമോ ഒന്നുമില്ല. അഭിനേതാക്കളുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ മാള അരവിന്ദൻ എന്നാണ് അയാളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ സിന്ദൂരത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു പിള്ള സാറാണ്. അപ്പോൾ പിള്ളച്ചേട്ടനോട് ബാലുക്കരത്തി കാര്യം പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാള അരവിന്ദൻ മാള എന്ന് പറഞ്ഞൊരു ടെലഗ്രാം അടിച്ചു. ടെലഗ്രാം അടിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ സിനിമയുടെ ക്രൂ മൊത്തം താമസിക്കുന്ന താര ഹോട്ടലിൽ ഒരു ചെറുപ്പക്കാരനെത്തി. സിംഗപ്പൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ വരയൊക്കെയുള്ള ഒരു ടീഷർട്ടും പാൻസും ഇട്ട് തോളിലൊരു ബാഗും തൂക്കി ചെറുപ്പക്കാരൻ വന്നു. അതാണ് മാള അരവിന്ദൻ. അപ്പോൾ മാളയെ കണ്ടിടാൻ നാടകക്കാരനല്ലേ, അതുകൊണ്ട് കുതിരോട്ടം ഒപ്പ് പറഞ്ഞു, ഈ ബാലുവാണ് നിൻ്റെ നാടകം കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ശുപാർശ ചെയ്തത്, അതുകൊണ്ട് നീ ചെലവ് ചെയ്യണം എന്ന് പറഞ്ഞു. മാള ഏതോ ഒരു കൂതറ ഒരു കുപ്പി റം വാങ്ങി അവരെല്ലാം കൂടി അടിച്ചു. അങ്ങനെ മാള അരവിന്ദൻ വക റം അടിച്ചുകൊണ്ടാണ് ബാലുക്കരത്ത് മദ്യപാനത്തിൻ്റെ ഹരിശ്രീ കുറിച്ചത് എന്ന് പറയാം. അടുത്ത് ബാലുക്കരത്തിൻ്റെ ആഘോഷ കമ്മിറ്റി എന്ന് പറയുന്നത് 4 മണിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. KS ഗോപാലകൃഷ്ണൻ ശാന്തിവിളയിലൊക്കെ ഷൂട്ട് ചെയ്ത 4 മണിപ്പൂക്കളിലെയും ആഘോഷ കമ്മിറ്റിയായിരുന്നു ബാലുക്കരത്ത്. ശ്രീദേവി, ഇന്ത്യൻ സിനിമയുടെ ഹരമായി മാറിയ ശ്രീദേവി, MG സോമൻ, കബീർ പന്നമ്മ തുടങ്ങി ഒരുപാട് താരങ്ങളുള്ള സിനിമയായിരുന്നു. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഞാൻ ആദ്യമായി സ്കൂൾ കട്ട് ചെയ്ത് പോയി ഷൂട്ടിംഗ് കണ്ടത് ശാന്തിവിളയിൽ ഷൂട്ട് ചെയ്ത 4 മണിപ്പൂക്കളായിരുന്നു. അല്ലെങ്കിൽ ആ സിനിമയുടെ പൊക്കം കുറഞ്ഞ വെള്ളയും ഉടുപ്പും ഇട്ട് വെള്ള ഷാപ്പും വെള്ള ഷൂ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു കുറിയ മനുഷ്യൻ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് സൈലൻസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇല അനങ്ങുന്ന ശബ്ദം പോലും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഒരു സംവിധായകനാവണം, അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ പവർ ഞാൻ ആദ്യമായി കണ്ടത് 4 മണിപ്പൂക്കളുടെ സെറ്റിലായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ആഘോഷ കമ്മിറ്റി അംഗമായിരുന്നു. ഒപ്പം ഒരു കോമഡി വേഷം അതിൽ ബാലുച്ചേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. ഡോക്ടർ ബാലകൃഷ്ണൻ്റെ അടുത്ത പടം മധുരം തിരുമധുരമായിരുന്നു. ആ സിനിമയിൽ ബാലുക്കരത്തിനെ സംവിധാന സഹായിയാക്കി. ഇത് കഴിഞ്ഞ് അദ്ദേഹം ആ പടം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ PV ശ്രീകുമാർ എന്ന് പറഞ്ഞൊരാൾ എന്താ പറയുക, തലസ്ഥാനത്തെ സിനിമാ മോഹികളുടെ ഒക്കെ സുഹൃത്തായിരുന്നു. സുരേഷ് കുമാറിൻ്റെയും സനലിൻ്റെയും ആ ടീമിൻ്റെ മൊത്തം സുഹൃത്തായിരുന്നു PN ശ്രീകുമാർ. ഒരു പുതിയ സിനിമ അദ്ദേഹം തുടങ്ങുന്നു. അഭിലാഷങ്ങളെ അഭയം എന്നാണ് പടത്തിന് പേര്. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതണം, ബാലുക്കരത്തിനെ ഏൽപ്പിച്ച് എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം എന്ന് പറഞ്ഞു. അപ്പോൾ ബിച്ചു തിരുമലയുടെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ബിച്ചു തിരുമല എന്ന് പറയുന്നത് ബാലുക്കരത്തിൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ ദർശൻ രാമൻ ബിച്ചു തിരുമലയുടെ അനുജനാണ്. ഇവരുടെ രണ്ടുപേരെയും നടുക്കുള്ള സംഗീതജ്ഞയാണ് P. സുശീലാദേവി, പാട്ടുകാരി. അപ്പോൾ ബിച്ചു തിരുമലയുടെ അമ്മ എവിടെ പോയിരിക്കുന്നു, അതുകൊണ്ട് ബിച്ചു തിരുമലയുടെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ആ വീട്ടിലിരുന്നാണ് തിരക്കഥ എഴുത്തും ഷൂട്ടിങ്ങും ഒക്കെ അവിടെ തന്നെ. അങ്ങനെ ബാലുക്കരത്ത് മറ്റേ ഈ പറയുന്ന അഭിലാഷങ്ങളെ അഭയം എന്ന് പറഞ്ഞ പടത്തിന് തിരക്കഥ എഴുതി, അതിൻ്റെ പാട്ടുകൾ എഴുതിയപ്പോൾ പറഞ്ഞു, ഇത് സംഗീതം കൊടുക്കാൻ എൻ്റെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒരു മച്ചമ്പി ഉണ്ടെന്ന് പറഞ്ഞു. മാമൻ്റെ മകനാണല്ലോ, അമ്മാവൻ്റെ മകനാണല്ലോ ദർശൻ രാമൻ. അപ്പോൾ ദർശൻ രാമനെ ഇതിൻ്റെ സംഗീതം ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെന്ത്, നമുക്ക് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പടത്തിലെ നായികയായിട്ട് അഭിനയിക്കുന്നത് മോഹൻലാൽ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിന്ന തിരനോട്ടത്തിലെ നായിക രേണുചന്ദ്രയാണ് നായിക. അഭിലാഷങ്ങളെ അഭയത്തിൻ്റെ പാർട്ണർ കൂടിയായ, പൈസ മുടക്കുന്ന നിർമ്മാതാക്കളിൽ ഒരാളായ PNR കുറുപ്പാണ്, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി, PNR കുറുപ്പാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ പടം പാതി വഴിയിൽ നിന്നുപോയി, മുടങ്ങി. ആദ്യത്തെ പടം മുടങ്ങി, സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് മുടങ്ങിയത്. കോന്നിയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. പടം മുടങ്ങിയതോടെ PN ശ്രീകുമാർ തിരുവനന്തപുരം വിട്ടു. അദ്ദേഹം ഡൽഹിയിൽ ചെന്നു. പിന്നെ പറയുന്ന കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. പറക്ക് സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമിലേക്കും ഓഫീസിലേക്കും ആരോടും ചോദിക്കാതെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ആളായാണ് പിന്നീട് PN ശ്രീകുമാറിനെ അറിയപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം ന്യൂസിലൻഡിൽ സിനിമ സംവിധാനവും സിനിമാറ്റോഗ്രാഫിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നടത്തുന്നു. ഒരു സ്വീഡിഷ് പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മക്കളുമൊക്കെ ആയിട്ട് സുഖമായിട്ട് PN ശ്രീകുമാർ എന്താ പറയുക ന്യൂസിലൻഡിൽ താമസിക്കുന്നു.
അഭിലാഷങ്ങളുടെ അഭയം പാതി വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ ബാലുകുര്യത്തിന് തേടി ഒരു പുതിയ ഓഫർ എത്തി. തിരുവനന്തപുരത്തുള്ള ഒരാൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, താങ്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാമെങ്കിൽ ഞാൻ നിർമ്മിക്കാം, നമുക്ക് നോക്കാം എന്ന് ബാലുകുര്യത്ത് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഈ നിർമ്മാതാവും ബാലുകുര്യത്തും കൂടെ മദ്രാസിൽ പോയി നസീർ സാറിനെ കണ്ടു. CI പരമേശ്വരൻ പിള്ളയുടെ എന്താ പറയുക, അദ്ദേഹമാണല്ലോ സിനിമയിൽ കൊണ്ടുവന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ CI പരമേശ്വരൻ പിള്ളയുടെ അനിയൻ്റെ മകനാണെന്ന് നസീർ സാറിനും അറിയില്ല. CI പരമേശ്വരൻ പിള്ളയാണ് നസീർ സാറിന് ആദ്യമായിട്ട് സിനിമയിലൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് ബാലുകുര്യത്തിനും അറിയില്ല. ഡേറ്റ് കൊടുത്തു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു ഡേറ്റ് കൊടുത്തു. ഒരുപാട് നാടുകൾക്ക് ശേഷം പ്രേം നസീറിനോടൊപ്പം ഷീല അഭിനയിച്ച സിനിമയാണ് തകിൽ വെട്ടാൻ പറ. അവർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി കുറേ കാലം സിനിമ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ പിണങ്ങിയ ശേഷം വർഷങ്ങൾക്ക് ശേഷം അവരഭിനയിക്കുന്ന സിനിമയാണ് ബാലുകുര്യത്തിൻ്റെ തകിൽ വെട്ടാൻ പറ. സിനിമ തീർത്തു. ചിത്രാഞ്ജലിയിലായിരുന്നു ഡബ്ബിങ്ങും തീർത്ത് പോകാൻ നേരം നസീർ സാറ് ബാലുകുര്യത്തിനോട് പറഞ്ഞു, നാളെ എനിക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്, ഞാനൊരു 9 മണി കഴിയുമ്പോൾ അമൃത ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. അതിന് മുമ്പായിട്ട് നിർമ്മാതാവിനെയും വിളിച്ചുകൊണ്ട് അമൃത ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞു. ബാലുകുര്യത്ത് ഇങ്ങനെ ആലോചിച്ചു, അതെന്തിനാ? കാരണം അങ്ങനെ ചോദിച്ച പ്രതിഫലം കൊടുത്തു, പടത്തിൻ്റെ ഷൂട്ടിംഗ് ഫുൾ തീർന്നു, ഡബ്ബിങ് മുഴുവൻ തീർന്നു. പക്ഷേ നാളെ രാവിലെ പ്രൊഡ്യൂസറെയും കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാലുകുര്യത്ത് നിർമ്മാതാവിനെയും കൂട്ടി നസീർ സാറിനെ കാണാൻ ചെന്നു. കുശല വർത്തമാനങ്ങൾക്കിടയിൽ നസീർ സാർ പെട്ടി തുറന്ന് ഒരു 25,000 രൂപ എടുത്ത് നിർമ്മാതാവിന് കൊടുത്തു. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 21 ദിവസമാണ് കാൾ ഷീറ്റ് വാങ്ങിയത്, 21 ദിവസം കാൾ ഷീറ്റ് വാങ്ങി. പക്ഷേ ഈ മിടുക്കനായ ചെറുപ്പക്കാരൻ 14 ദിവസം കൊണ്ട് എൻ്റെ സീനുകൾ മുഴുവൻ എടുത്തു വിട്ടു. ബാക്കി 7 ദിവസം ഉണ്ടായിരുന്നതിന് ഞാൻ വേറൊരു പ്രൊഡ്യൂസർക്ക് കൊടുത്ത് കാശാക്കി. അപ്പോൾ അതിലൊരു വിഹിതം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞാണ് നസീർ സാറ് 25,000 രൂപ അന്ന് 80കളിൽ ആലോചിച്ച് നോക്കണം. അവിടേക്കാണ് പ്രേം നസീർ ഒരു ദൈവപുത്രനായി മാറുന്നത്. പടം വർക്കെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പിയായി, സെൻസറിങ്ങും കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പിയായി. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് മദ്രാസിൽ പ്രിവ്യൂ ഇടുന്ന ഒരു സ്വഭാവമുണ്ട്, എല്ലാ സിനിമാക്കാരെയും വിളിച്ച് കാണിക്കും. അങ്ങനെ മദ്രാസിലെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചു. നസീർ സാറിനെ അറിയിച്ചു, അദ്ദേഹം പടം കാണാൻ വന്നു. പോകാൻ നേരം നസീർ സാർ ചോദിച്ചു, ബാലുകുര്യത്തിന് ഞാൻ എന്തിനാ ഡേറ്റ് തന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, ബാലുവിൻ്റെ അപ്പൂപ്പൻ്റെ അനിയനാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് എന്ന് ബാലുകുര്യത്തിന് അറിയാമോ എന്ന് ചോദിച്ചു. ബാലുകുര്യത്തൊന്ന് തപ്പി. ആ കുടുംബത്തിൽ നിന്നും, അതായത് CI പരമേശ്വരൻ പിള്ളയുടെ കുടുംബത്തിൽ നിന്നും ഒരാളും എന്നോട് ഒരു സഹായവും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു പയ്യൻ എന്നെ വന്ന് കണ്ട് ഒരു ഡേറ്റ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാതിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് തന്നത്. അല്ലെങ്കിൽ പവൻ വിലയുള്ള കാലമല്ലേ, ഒരു വർഷം 365 ദിവസമാണെങ്കിൽ 365 സിനിമ ചെയ്യാമെന്ന് ചോദിക്കുന്ന അത്ര തിരക്കുള്ള കാലത്ത് ബാലുകുര്യത്തിനെ പോലെ ഒരു പുതിയ ആളിന് ഡേറ്റ് തന്നത് ഞാൻ ആ ഒറ്റ കാരണം കൊണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തകിലൂട്ടാമറം തുടങ്ങുന്നതിന് മുമ്പ് തിരക്കഥ പൂർത്തിയായപ്പോഴേ നസീർ സാറിന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് ചോദിച്ചു, സാർ തിരക്കഥ വായിച്ച് കേൾക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേൾക്കാൻ സമയമില്ല, ഒരു കാര്യം ചെയ്യും, അടൂർവാസിയെ പോയി കണ്ട് ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടൂർവാസിയുടെ വീട്ടിൽ പോയി സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തപ്പോൾ അടൂർവാസി പറഞ്ഞു, ഇതെന്തിനാ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണേ, ഇത് 2 സിനിമയ്ക്കുള്ള തിരക്കഥയുണ്ട്. അങ്ങനെ അടൂർവാസിയുടെ വീട്ടിലിരുന്ന് വായിച്ച് അടൂർവാസി ഏതെല്ലാം സീനുകൾ വേണ്ട, അല്ലെങ്കിൽ ഏതെല്ലാം സീനുകൾ പകുതിയാക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം വെട്ടിച്ചുരുക്കി കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് സിനിമ തുടങ്ങിയത്, ഷൂട്ടിംഗ് തുടങ്ങിയത്. നസീർ സാറിൻ്റെ ഉപദേശവും അടൂർവാസി അതിൽ കൈവച്ചതുമൊക്കെയാണ് ആ പടത്തിന് ഗുണം ചെയ്തത്. സിനിമാ പ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് ബാലുകുര്യത്ത് ചേങ്കോട്ടുകോണം നിത്യാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു സന്യാസി വര്യൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ പൈസ കൊടുത്ത അമ്പലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ സാംബശിവൻ്റെ കഥാപ്രസംഗം വെച്ച് രാഷ്ട്രീയം പറയിക്കുന്ന എന്തിനെന്ന് ചോദിച്ച് ഈ കഥാപ്രസംഗത്തിനെ തന്നെ അമ്പലപ്പറമ്പുകളിൽ നിന്ന് പുറത്താക്കിയ വേന്ദ്രനാണ് ഈ നിത്യാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറേ കാലം അന്തേവാസിയായി കഴിഞ്ഞ ഒരു കാലം ബാലുകുര്യത്തിനുണ്ട്. ഈ കാവ്യ വസ്ത്ര വേഷധാരിയൊക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നത് ചെങ്കോട്ടോണത്ത്. സിനിമാക്കാരനും അപ്പുറം ആത്മീയ ചിന്തകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു കാലമായിരുന്നു അപ്പോൾ ബാലുകുര്യത്തിന്. കാവ്യ വേഷധാരിയായി മനസമാധാനം തേടിയിരുന്ന കാലം.
അതിൻ്റെ കാരണങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ ഇരുന്ന് അദ്ദേഹം ഒരുപാട് വിഷാദ ഗാനങ്ങൾ എഴുതി. ഒരുപാട് മനസ്സിൽ തോന്നിയ വിഷമങ്ങളും ഈ കാഷായ വസ്ത്രം ധരിക്കേണ്ടി വന്നതും എൻ്റെ ജീവിതത്തിലുണ്ടായ ട്രാജഡികളും ഒക്കെ ചേർത്ത് അദ്ദേഹം ഒരുപാട് വിഷാദ ഗാനങ്ങൾ എഴുതി. ഒരു നാൾ അമൃത ഹോട്ടലിൽ ചെല്ലുമ്പോൾ നടൻ വിൻസെൻറ്റിനെ കണ്ടു. സിന്ദൂരത്തിൽ ആഘോഷ കമ്മിറ്റിയിലുണ്ടായിരുന്നുകൊണ്ട് വിൻസെൻറ്റിനെ അറിയാമല്ലോ. അപ്പോൾ വിൻസെൻ്റ് ഒരു നീല ഫിയറ്റ് കാർ വാങ്ങിയ കാലമായിരുന്നു. പുത്തൻ കാറുമായിട്ട് അമൃതയിൽ നിന്ന് അദ്ദേഹം വേളാങ്കണ്ണിക്ക് പോവുകയാണ്. ബാലുഗുരുത്തിനോട് ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചു. നമുക്ക് ജാളിയായിട്ട് പോയി വേളാങ്കണ്ണി ചെന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലുഗുരുത്തിനോടെ കാറിൽ കയറ്റി. അദ്ദേഹം കൂടെ പോയി വേളാങ്കണ്ണിയിൽ വെച്ച്. അപ്പം പോകുന്ന വഴിക്കൊക്കെ ഈ ഗ്ലാസ്സിൽ കൂടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അതിൻ്റെ മൂളിപ്പാട്ടൊക്കെ പാടി പോവുകയാണ് ബാലുഗുരുത്ത്. വേളാങ്കണ്ണി ചെന്നോടെ ചോദിച്ചു, ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു നിമിഷ കവിത, ഒരു പാട്ട് എഴുതാമോ എന്ന് ചോദിച്ചു. പിന്നെന്ത് എഴുതാം എന്ന് പറഞ്ഞു. അദ്ദേഹം പാടെടുത്ത് അപ്പം തന്നെ എഴുതി. അതാണ് സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്നുള്ള പാട്ട്. അപ്പോൾ അക്കാലത്ത് ദർശൻ രാമൻ ബാലുകിര്യത്തിൻ്റെ സഹോദരി റിഗാറ്റ ഗിരിജ എന്ന് പറയുന്ന ഗിരിജ ചേച്ചിയുടെ റിഗാറ്റയിൽ ഹാർമോണിയം വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ റിഗാറ്റയിൽ പ്രോഗ്രാം ഇല്ലെങ്കിൽ നാടകങ്ങൾക്ക് ഹാർമോണിയം വായിക്കാൻ പോകും ദർശൻ രാമൻ. ഇത് രണ്ടും ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അതാണ് ഈ സംഗീത കുടുംബമായുള്ളൊരു ഗുണം. റിഗാറ്റയുടെ ഡാൻസ് പ്രോഗ്രാമും ഇല്ല, നാടക പ്രോഗ്രാമും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബാലുഗുരുത്ത് പാട്ടുകൾ എഴുതി ദർശൻ രാമനെ ഏൽപ്പിക്കും. ദർശൻ രാമൻ അതിന് സംഗീതം കൊടുത്ത് പാടി കേൾപ്പിക്കും. അങ്ങനെ എന്താ പറയുക, ഒരുപാട് പാട്ടുകൾ ബാലുഗുരുത്ത് എഴുതിയ പാട്ടുകൾ ദർശൻ രാമൻ കമ്പോസ് ചെയ്ത് വച്ചിരുന്നു. ഇതിനിടയിൽ ബിച്ചു തിരുമലയുടെ ശുപാർശയിൽ A.T. ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ദർശൻ രാമൻ മദ്രാസിലും കുറച്ചു കാലം വർക്ക് ചെയ്തു. അഭിലാഷങ്ങളെ അഭയം എഴുതാൻ പോയപ്പോൾ അതിലെ സംഗീതം ബാലുഗുരുത്ത് ദർശൻ രാമന് വാങ്ങിക്കൊടുത്തല്ലോ. നേരത്തെ ട്യൂൺ ചെയ്ത് വച്ചിരുന്ന 2 പാട്ടുകളാണ് അഭിലാഷങ്ങളെ അഭയത്തിൽ ഉപയോഗിച്ചത്. നേരത്തെ ഇതുപോലെ എഴുതി വച്ചിരുന്ന് ദർശൻ രാമൻ സംഗീതം കൊടുത്ത് വച്ചിരുന്ന 2 പാട്ടാണ് അതിൽ ഉപയോഗിച്ചത്. തകില് കൊട്ടാമ്പുറം തുടങ്ങിയപ്പോൾ നേരത്തെ ട്യൂൺ ചെയ്ത് വെച്ച സ്വപ്നങ്ങളെ വീണുറങ്ങും എടുത്ത് ഉപയോഗിച്ചു. അത് മദ്രാസിൽ റെക്കോർഡിങ് നടക്കുമ്പോൾ ഗുണസിംഗ് ആയിരുന്നു അതിൽ ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഇനി പാട്ട് കേട്ട് നോക്കും, എന്ത് മനോഹരമായിട്ടാണ് ഗുണസിംഗ് വായിച്ചിരിക്കുന്നത് ഫ്ലൂട്ട്. അതുപോലെ ആ പാട്ട് അതിൻ്റെ എന്താ പറയുക, കണ്ടക്ട് ചെയ്തിരുന്നതും ഗുണസിംഗ് ആയിരുന്നു. അപ്പോൾ ആ പടം തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാലിനൊരു വേഷം കൊടുക്കണമെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാർ ബാലുഗുരുത്തിനോട് പറഞ്ഞിരുന്നു. തകില് കൊട്ടാമ്പറത്തിലെ ഒരു വില്ലൻ വേഷം മോഹൻലാലിന് കൊടുത്തു. ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീനുണ്ട് അവസാനം. സുകുമാരനും മോഹൻലാലുമായാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ കൊച്ചു കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഈഗോ വരുന്ന ആളാണ് സുകുമാരൻ. ഫൈറ്റ് എടുക്കേണ്ട ദിവസം മോഹൻലാൽ സമയത്തിനെത്തിയില്ല, വേറെ ഏതൊരു സെറ്റിൽ നിന്ന് വരാൻ താമസിച്ചു. അതെനിക്കാണ് സഞ്ചാരിയോ അതുപോലെ ഏതോ ഒരു സെറ്റിലാണ്. തുടക്കമാണെങ്കിലും നല്ല തിരക്കായിരുന്നു മോഹൻലാൽ. സുകുമാരൻ ചൂടായപ്പോൾ ബാലുഗുരുത്ത് പറഞ്ഞു, ചൂടാവണ്ട, നമുക്കത് പരിഹരിക്കാം, മോഹൻലാൽ വന്നില്ലെങ്കിൽ വരാതെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ഡൂപ്പിട്ടിട്ട് സുകുമാരൻ്റെ ഷോട്ടുകൾ മുഴുവൻ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ എത്തി. പിന്നെ മോഹൻലാലും സുകുമാരനും ചേർന്നുള്ള സീനുകളെടുത്തു. അപ്പോൾ നായകനും വില്ലനും ആകുമ്പോൾ വില്ലൻ തോക്കണമല്ലോ. അങ്ങനെ മോഹൻലാലിനെ അവസാനം അടിച്ച് പഞ്ചറാക്കി തള്ളിയിടുന്ന ഷോട്ടുകളൊക്കെ എടുത്ത് സുകുമാരനെ യാത്രയാക്കി. എന്നിട്ട് ബാലുഗുരുത്ത് ചെയ്യുന്ന വേല സുകുമാരന് ഡൂപ്പിട്ടു. എന്നിട്ട് മോഹൻലാലിനെ കൊണ്ട് അത് കമ്പോസ് ചെയ്തപ്പോഴൊന്നും ഇല്ലാത്ത ഒരു 5-6 ഇടി പടച്ചോന്ന് കൊടുക്കുന്ന ഒരു 5-6 ഇടി അങ്ങ് ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ ഇൻ്റർകട്ട് ചെയ്തു. അപ്പോൾ ഒരിക്കലും മോഹൻലാലും സുകുമാരനുമായിട്ടല്ല ഫൈറ്റ് ചെയ്തതെന്ന് തോന്നേയില്ല. കാരണം മോഹൻലാലിൻ്റെയും മുഖം സുകുമാരൻ്റെയും മുഖം ഉണ്ടല്ലോ, 2 പേരുടെയും ഇടി കൊള്ളുന്നത് മാത്രം ഡ്യൂപ്പാണ്. അങ്ങനെ മോഹൻലാലിനെ കൊണ്ട് സുകുമാരൻ ഇങ്ങനെ ചൂടായതിൻ്റെ വാശി തീർത്തു. എല്ലാം എടുത്ത് സുകുമാരൻ പോയി. പക്ഷേ സുകുമാരൻ അറിഞ്ഞില്ല എന്നെ ഇങ്ങനെ എന്താ പറയുക 5-6 ഇടി ഇടിക്കുന്ന സീൻ എടുക്കുമെന്ന് അറിയില്ല, ഷോട്ടുകൾ എടുക്കുമെന്ന് അറിയില്ലായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര കയ്യടി മോഹൻലാലിന് കിട്ടിയ പടമായിരുന്നു തകില് കൊട്ടാമ്പുറം. കാരണം സുകുമാരൻ എന്ന് പറഞ്ഞ സ്റ്റാർഡം ഉള്ള ഒരാളിനെ ഇടിച്ച് പഞ്ചറാക്കുന്ന, അവസാനം തോറ്റു പോകുമെങ്കിലും കൊടുക്കേണ്ടത് നേരത്തെ തന്നെ കൊടുത്തല്ലോ. ഈ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തരംഗിണിയുടെ വിഷാദഗാനം എന്ന് പറഞ്ഞ കാസറ്റ് ഏറ്റവും കൂടുതൽ വിറ്റുപോയ, ഇപ്പോഴും നന്നായിട്ട് വിറ്റുപോകുന്ന കാസറ്റാണ് വിഷാദഗാനങ്ങൾ. ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി, ആ നല്ല നിമിഷത്തിൻ സ്മരണയ്ക്കായി, ഇതാ ഒരു ഗാനം, കണ്ണീരിലെഴുതിയ ഗാനം, ഇതാ ഒരു ഗാനം നിൻ്റെ സ്മരണയ്ക്കായി എന്നുള്ള മനോഹരമായി യേശുദാസ് മനോഹരമായി പാടിയ പാട്ടാണ്. അതുപോലെ ആരും കേൾക്കാത്ത അനുരാഗ കഥയിലെ അപൂർവ നായിക നീ, ആശകൾ പൂക്കാതെ വാടിത്തളർന്നൊരു സ്നേഹത്തിൻ ഗായിക നീ എന്നുള്ള പാട്ട്. തിരുവാതിരപ്പൂവേ ഉണരൂ ഉണരൂ, ഒരു സന്യാസിനി തിരയുന്നു നിന്നെ, പ്രേമ സന്യാസി തേടുന്നു നിന്നെ എന്നുള്ള പാട്ട്.
എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ രാജരാജൻ വരും, എൻ്റെ വേദന കാണാൻ ദൈവപുത്രൻ വരും എന്നുള്ളൊരു പാട്ട്. എട്ടും പൊട്ടും തിരിയാതെ ഒരു തൊട്ടാവാടി തമ്പുരാട്ടി, ആറാട്ടുകുളത്തിലെ അഴകിൻ്റെ ചോലയിൽ കടിഞ്ഞൂൽ പെണ്ണൊരു പൊന്നുഷസ്, അമ്മയെപ്പോലവൾ ഏഴഴക് എന്നുള്ള പാട്ട്. പറയാതെ എൻ്റെ മനസ്സിൽ പൂവായി എന്തേ നീ വിടർന്നു, നിറയും മിഴികൾ പറയും കഥകൾ എനിക്ക് ഒരുക്കുന്നു നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്. ഇനി ആരെ തിരയുന്നു നിറമിഴി ഇതളുമായി, ശരത്കാല മണഞ്ഞല്ലോ മഴമേഘമേ, ഒരു കൊച്ചു കടങ്കഥയായി ജീവിതം എന്ന് പറഞ്ഞ പാട്ട്. പ്രതിശ്രുത വധു ഒരുങ്ങി തിരുമിഴിക്കോണുകൾ തുളുമ്പി, അവളുടെ അസുലഭ താരുണ്യം നുകരാൻ പുതിയൊരു പുരുഷൻ വന്നു. നല്ല അർത്ഥവത്തുള്ള വാക്കുകളാണ്, നിങ്ങൾ ആലോചിക്കുക. അവളുടെ അസുലഭ താരുണ്യം നുകരാൻ പുതിയൊരു പുരുഷൻ വന്നു. അദ്ദേഹം എഴുതിയ പാട്ടാണ്. സ്വപ്നങ്ങൾ ഒരു വഴിയെ, മനുഷ്യൻ്റെ വിധിയോ മറ്റൊരു വഴിയെ, കാലിടറാതെ പോവുക നീ കണ്ണുനീർ പൈങ്കിളിയെ എന്ന് പറഞ്ഞു. ഏതോ ഒരു കാമുകിയെ യാത്ര അയക്കുന്ന പാട്ടുകളാണ് ഈ വിഷാദഗാനത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയത്. കഴിയുമെങ്കിൽ നിങ്ങൾ തരംഗിണിയുടെ വിഷാദഗാനങ്ങൾ ബാലുഗിര്യത്തിൻ്റെ നടിക്കണം. കാരണം വേറെ ഒരുപാട് പേരുടെ ഉണ്ട്. പക്ഷേ ബാലുഗിര്യത്തിൻ്റെ വിഷാദഗാനങ്ങൾ വിറ്റതുപോലെ ഒരു തരംഗിണിയുടെ കാസറ്റ് വിറ്റുപോയിട്ടില്ല. സ്കൂൾ കോളേജ് യൂത്ത് ഫെസ്റ്റിവലുകളിലെല്ലാം, സ്കൂളിലായാലും കോളേജിലായാലും എവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നാലും അവിടുത്തെ ഒരു നിറസാന്നിധ്യമായിരുന്നു ബാലുഗിര്യത്ത്. ചെറുപ്പകാലത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെൻറ്റ് ഹാളിൽ ലളിതഗാന മത്സരം നടക്കുകയാണ് കോളേജ് തലത്തിൽ. അവിടെ ഒരു കുട്ടി അസാധ്യമായി പാടുന്നു. കൂടെ വന്ന കൂട്ടുകാരനായ ഗുസ്തു ശ്രീകുമാർ എന്നൊരു വക്കീലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ബാലുഗിര്യത്തിൻ്റെ അടുത്ത സുഹൃത്താണ്, മരിച്ചുപോയി. ഗുസ്തിനോട് പറഞ്ഞു, ശ്രീകുമാറേ, ഈ വർഷം ഈ കുട്ടിക്കായിരിക്കും ഒന്നാം സമ്മാനം. പിറ്റേന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ ആ കുട്ടിക്കാണ് ഒന്നാം സമ്മാനം. പുതിയ പടം ചെയ്യാനുള്ള ചർച്ചകളും എഴുത്തിനുമിടയിൽ നിർമ്മാതാവിനോട് ബാലുഗിര്യത്ത് പറഞ്ഞു, നമുക്കൊരു പാട്ട് ഈ അവാർഡ് ജേതാവിനെ കൊണ്ട് പാടിക്കാൻ, വലിയ വാർത്തയാവും. ഇന്നലെ അവാർഡ് കിട്ടിയില്ലേ, ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടി സിനിമയിൽ ഇതാ പാടുന്നു എന്ന് പറയുമ്പോൾ പത്രക്കാരെല്ലാം എഴുതുമല്ലോ. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ബാലുഗിര്യത്ത് സംസാരിച്ചു. തിരുവനന്തപുരത്ത് കരമനയിലാണ്. അച്ഛനെയും മകളെയും മദ്രാസിന് കൂട്ടിക്കൊണ്ടു പോയി പാടിച്ചു. ആ പാടിയ ഗായികയുടെ പേരാണ് KS ബീന. KS ബീനയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, KS ചിത്രയുടെ ചേച്ചി. 1981 തകലുകൊട്ടാമ്പറത്തിൽ പാടിക്കൊണ്ടായിരുന്നു KS ബീനയുടെ തുടക്കം. പിന്നീട് അവർ താരുണ്യം, താറാവ് തുടങ്ങിയ ചില സിനിമകളിലും കൂടെ പാടി. 1958 കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരുടെയും മകളായാണ് KS ബീന ജനിച്ചത്. 7-ാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങി. 1977 മുതൽ 5 വർഷം യുവജനോത്സവ വിജയിയായി ലളിതഗാനത്തിന്. ഇപ്പോൾ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുന്നു. ഈ KS ചിത്രയുടെയും KS ബീനയുടെയും അച്ഛനെ എല്ലാവരും അറിയപ്പെടുന്നത് കരമന കൃഷ്ണൻ നായർ എന്നാണ്. കരമന കൃഷ്ണൻ നായരും സഹോദരിയും അവരുടെ മക്കളും ഒക്കെ പാട്ടുകാരായിരുന്നു. മണിമുഴക്കം കൃഷ്ണൻ നായർ എന്നായിരുന്നു ഈ കരമന കൃഷ്ണൻ നായരെ അറിയപ്പെട്ടിരുന്നത്. അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. മണിമുഴക്കം കൃഷ്ണൻ നായർ. ഇടശ്ശേരി രാഘവൻ പിള്ള എന്ന് പറഞ്ഞ പ്രശസ്തനായ കവി, അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു ഈ പറയുന്ന കരമന കൃഷ്ണൻ നായർ. 27-ാമത്തെ വയസ്സിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവൻ അവസാനിപ്പിച്ചല്ലോ. ആ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം മണിനാഥം എന്ന ഒരു കവിത എഴുതി. അത് മാതൃഭൂമിയിൽ അദ്ദേഹം മരിച്ച് ആത്മഹത്യ ചെയ്ത ശേഷമാണ് അച്ചടിച്ച് വന്നത്. മണിനാഥം എന്ന കവിത കൃഷ്ണൻ നായരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ എന്ന വരിയൊക്കെ കൃഷ്ണൻ നായർക്ക് വല്ലാതെ ഇഷ്ടമായി. എന്തുകൊണ്ട് 1936 ജൂലൈയിലാണ് മാതൃഭൂമിയിൽ മണിനാഥം അടിച്ചു വന്നത്. മൂത്ത മകൾ, ഞാൻ നേരത്തെ പറഞ്ഞ KS ബീനയ്ക്ക് പാടാനുള്ള വാസനയുണ്ട്. ഇനി ജനിക്കുന്ന കുട്ടി, അത് ആണായാലും പെണ്ണായാലും ശരി, ആ കുട്ടിയെ നമുക്ക് സിവിൽ സർവീസ് പഠിപ്പിക്കണം, ഒരു IAS ആക്കണം, അല്ലെങ്കിൽ IAS കളക്ടറാക്കണം. ഇതൊക്കെയായിരുന്നു KS ബീനയുടെ അമ്മ ശാന്തകുമാരി ടീച്ചറിൻ്റെ ആഗ്രഹം. 1963 ജൂലൈ 27 ശാന്തകുമാരി മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകി, പെൺകുഞ്ഞ്. ചിത്ര നക്ഷത്രക്കാരിയായതുകൊണ്ട് അവൾക്ക് ചിത്ര എന്ന് പേരിട്ടു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായില്ലെങ്കിലും രാജ്യത്തിൻ്റെ പരമോന്നതമായ എല്ലാ ബഹുമതികളും വാങ്ങിയ KS ചിത്ര, അതുകൊണ്ട് മോശമില്ലല്ലോ. അതുപോലെ തന്നെ അദ്ദേഹം ലീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെയും ബാലുഗിര്യത്ത് സിനിമയിൽ പരിചയപ്പെടുത്തി. പാവം പൂർണിമ എന്ന ചിത്രത്തിൽ ലീന പത്മനാഭൻ എന്ന കോഴിക്കോട്ടുകാരി ഒരു പാട്ട് പാടി. കോഴിക്കോട് സ്വദേശിയാണ്. അവിടുത്തെ കോഴിക്കോട്ട് ഒരു കാലത്ത് ഗാനമേളയിലെ നിറസാന്നിധ്യമായിരുന്നു ലീന.
പാവം പൂർണ്ണിമയിൽ പോരുന്നേ എന്നുള്ള ബാലുക്കുര്യത്ത് എഴുതിയ പാട്ടാണ് അവർ പാടിയത്. രഘുകുമാർ, കോഴിക്കോട്ടുകാരനായ രഘുകുമാറായിരുന്നു അതിൻ്റെ സംഗീതം. ബാലുക്കുര്യത്തിൻ്റെ തന്നെ നായകൻ എന്ന് പറയുന്ന പടം, നായകൻ്റെ ആദ്യത്തെ പേര് വാകുരുവി വരികുരുവി എന്നായിരുന്നു. ആ നായകനിലും ലീന പാടി. 1953 ജൂണിലാണ് CG ഭാസ്കരൻ നായരുടെയും പാർക്കുട്ടിയമ്മയുടെയും 3 മക്കളിൽ മൂന്നാമനായി ദർശൻ രാമൻ ജനിക്കുന്നത്. ജ്യേഷ്ഠൻ ശിവശങ്കരൻ നായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റില്ല, അതാണല്ലോ ബിച്ചു തിരുമല. ശിവശങ്കരൻ നായർ പേര് മാറിയതാണ് ബിച്ചു തിരുമല. ചേച്ചി P. സുശീലാദേവി. മൂന്നാമൻ്റെ പേര് രാംകുമാർ എന്നായിരുന്നു, പിന്നീട് അത് ദർശൻ രാമൻ എന്നായി മാറി. ചേച്ചിയാണ്, ഈ പറയുന്ന സുശീലാദേവിയാണ് ദർശൻ രാമന് സംഗീതത്തിൻ്റെ ബാലപാഠം പഠിപ്പിച്ചത്. സ്വന്തമായി തന്നെ ഹാർമോണിയം വായിക്കാൻ പഠിച്ചു. 1972 A.T. ഉമ്മറിൻ്റെ സഹായിയായി. തകിലുകൊട്ടാമ്പറത്തിലെ 4 ഗാനങ്ങളിൽ 2 ദർശൻ രാമനും 2 സുശീലാദേവിയുമാണ് സംഗീതം കൊടുത്തത്. ബാലചന്ദ്രമേനൻ്റെ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, കണ്ടതും കേട്ടതും, പിന്നെ മുത്തുക്കുടയും ചൂടി, ലൂസ് ലൂസ്, അരപ്പിരി ലൂസ്, വിളംബരം, ആലിപ്പഴങ്ങൾ, 10-ാം ഉദയം, മണിച്ചപ്പ് തുറന്നപ്പോൾ, കിളിക്കൊഞ്ചൽ, 1000 അഭിലാഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾക്ക് ദർശൻ രാമൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്നൊരു പടത്തിൽ ഒരു വെള്ളമടിച്ചിട്ട് പാടുന്നൊരു പാട്ടുണ്ട് തിലകൻ ചേട്ടൻ. സ്വർഗരാജ്യം തുറന്നു, സ്വർഗവാതിൽ തുറന്നു, നല്ലവർക്കെന്നും നല്ല കാലം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നല്ല രസമായിട്ട് യേശുദാസ് വെള്ളം അടിച്ചിട്ട് പാടിയതുപോലെ പാടിയ പാട്ടായിരുന്നു. മലയാളിയായ ഒരു സ്ത്രീ മലയാള സിനിമാ ഗാനത്തിന് സംഗീതം നൽകിയത് P. സുശീലാദേവിയാണ്. തകിലുകൊട്ടാമ്പറം എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യ സംവിധാന വനിതയായ ഒരു സംഗീത സംവിധായിക സുശീലാദേവി അല്ല എന്ന് നരേന്ദ്രപ്രസാദ് ഒരിക്കൽ ബാലുക്കുര്യത്തിനോട് പറഞ്ഞു. 4 വരിയുള്ള ഒരു കവിത ശാന്ത P. നായർ ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്നാണ് നരേന്ദ്രപ്രസാദ് പറഞ്ഞത്. പക്ഷേ ഒരു മുഴുവൻ സിനിമാ പാട്ട്, അതിന് 2 പാട്ട് തകിലുകൊട്ടാമ്പറത്തിൽ സംഗീതം കൊടുത്തത് സുശീലാദേവിയാണ്. അതിൽ കന്നിപ്പും പൈതൽ ആണോ പെണ്ണോ എന്ന് ചോദിക്കുന്ന നസീസാറും ഷീലാമിയും പാടുന്നൊരു പാട്ടുണ്ട്, ആണായാൽ ഞാൻ തരാൻ സമ്മാനം എന്ന് പറയുന്ന പാട്ട്. അതുപോലെ ഡഡ് ഡഡ് ഡാഡി മമ്മ മമ്മി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ 2 പാട്ടിൻ്റെ സംഗീതം കൊടുത്തത് സുശീലാദേവിയാണ്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിൽ ഞാറ്റുവേലയ്ക്ക് ഞാൻ നട്ട പിച്ചകം എന്നുള്ള പാട്ട് വയലാർ രാമവർമ്മ എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം കൊടുത്ത പാട്ടാണ് ആദ്യമായിട്ട് സുശീലാദേവി പാടിയത്. 1946 അവർ ജനിച്ചത്. 9ാമത്തെ വയസ്സിൽ സംഗീത പഠനം തുടങ്ങി. ഹൈസ്കൂൾ പഠനകാലത്ത് ലളിത സംഗീതത്തിൽ ശങ്കേഴ്സ് വീക്ക്ലിയുടെ സ്വർണ്ണ മെഡൽ നേടി. 1968 അഖിലേന്ത്യാ തലത്തിൽ ആൾ ഇന്ത്യ റേഡിയോ നടത്തിയ ലളിതഗാന മത്സരത്തിൽ 1ാം സമ്മാനവും നേടി. BA ഐച്ഛിക വിഷയമായി എടുത്തത് സംഗീതമായിരുന്നു. MA കഴിഞ്ഞപ്പോൾ അവർ പഠിച്ച കോളേജിൽ തന്നെ, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ തന്നെ ജോലി കിട്ടി. KS ബീനയും KS ചിത്രയും ആ കോളേജിൽ അവരുടെ ശിഷ്യരായിരുന്നു. യേശുദാസിനോടൊപ്പം സംഭവാമി യുഗ യുഗേ എന്ന് പറഞ്ഞ സിനിമയിൽ മൂക്കില്ല രാജ്യത്തെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ഇവരുടെ ഭർത്താവ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫിനാൻസ് സെക്രട്ടറിയോ മാനേജറോ എന്തോ ആയിരുന്ന കൃഷ്ണൻ നായരാണ് ഭർത്താവ്. 3 മക്കൾ, ബിന്ദു പ്രദീപ്, വിജയ് കൃഷ്ണൻ, വിനയ് കൃഷ്ണൻ. അതിൽ ബിന്ദു പ്രദീപിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏഷ്യാനെറ്റിലൊക്കെ ഒരു അവതാരകയായിരുന്നു കുറേ കാലം. ബാലുക്കുര്യത്തിൻ്റെ സഹോദരിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, റിഗാറ്റ ഗിരിജ ചേച്ചി, പ്രശസ്തയായ നർത്തകിയാണ്. അവരുടെ മകൾ മാധവി ചന്ദ്രനാണ് ഇപ്പോൾ റിഗാറ്റ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ രാജൻകിര്യത്തും വിനുകിര്യത്തും ബാലുക്കുര്യത്തിൻ്റെ അനുജന്മാരാണ്. പൊന്മുടി ശങ്കരൻ നായരുടെ ഒന്നും മിണ്ടാത്ത ഭാര്യ, വെപ്രാളം, 1000 അഭിലാഷങ്ങൾ, തത്തമ്മേ പൂച്ച, നായകൻ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആട്ടക്കഥ, അഗ്നിമുഹൂർത്തം, അധോലോകം മുതലായി കുറേ സിനിമകൾക്ക് ബാലുച്ചേട്ടൻ പാട്ടെഴുതി. അതിൽ വിസ മാത്രം, തുടക്കത്തിൽ 2ാമത്തെ പടമായ വിസയിൽ മാത്രം മച്ചമ്പി എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ അളിയ എന്ന് വിളിക്കാവുന്ന ബാലുക്കുര്യത്തിനെ ബിച്ചു തിരുമലയെ കൊണ്ട് പാട്ടെഴുതി. ബാക്കി അദ്ദേഹത്തിൻ്റെ പടങ്ങളിലെല്ലാം അദ്ദേഹം തന്നെയാണ് പാട്ടെഴുതിയത്. ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ പാട്ടെഴുത്തുകാർ ഒരുപാട് പേര് വന്നെങ്കിലും വിഷാദ ഗാനങ്ങളിൽ മനോഹരമായ നേരത്തെ പറഞ്ഞ പോലുള്ള പാട്ടുകളും, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്നുള്ള പാട്ടടക്കം എഴുതിയ ബാലുക്കുര്യത്തിന് അർഹതപ്പെടുന്ന അവസരങ്ങൾ മലയാള സിനിമയിൽ കിട്ടിയില്ല പാട്ടെഴുതാൻ. ചിലപ്പോൾ അദ്ദേഹം സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തിരക്കുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടാതെ പോയത്. അതുപോലെ തന്നെ ദർശൻ രാമനും ബാലചന്ദ്രൻ മേനോൻ തന്നെ ഇത്രയും പടങ്ങൾ കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടോ അർഹിക്കുന്ന അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. അത് ചിലപ്പോൾ സ്വയം ഉൾവലിയുന്ന ഒരു പ്രകൃതം ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എൻ്റെ ചിലുവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് അദ്ദേഹമാണല്ലോ ചെയ്തത്. പോച്ചൽ ഖാദർ സാറാണ് എഴുതിയത്. ഞാൻ മനോഹരമായി ചിത്രീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സീരിയലാണ്. കാരണം ആൻഡമാൻ നിക്കോബാറിൽ പോയാണ് ആ പാട്ട് മാത്രം ഷൂട്ട് ചെയ്തത്. ഒരുപാട് കാശ് മുടക്കിയാണ് എടുത്തത്. ഞാനിപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ്
ബാലുകുര്യത്തിനെ വിളിച്ചതുപോലെ തന്നെ ദർശൻ രാമിനെ വിളിച്ചു നോക്കി, അദ്ദേഹം ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ സ്വയം ഉൾവലിയുന്നുകൊണ്ടായിരിക്കാം ദർശൻ രാമിന് പിന്നീട് അർഹിക്കുന്ന അവസരങ്ങൾ കിട്ടാതെ പോയത്. എനിക്കെന്തായാലും ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഒന്ന്, നമ്മൾ കുട്ടിക്കാലത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചെന്ന് നിന്ന് ഓണാഘോഷത്തിന് യേശുദാസിൻ്റെ ഗാനമേള കേൾക്കുമ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഗാനരചയിതാവ്. രണ്ട്, ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ ചെന്നപ്പോൾ അവസരം തരാതെ 10 വർഷം നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞ് അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ സഹകരിപ്പിച്ച ആൾ. പിന്നെ ഞാൻ എൻ്റെ മകൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ വിഷാദ ഗാനങ്ങൾ ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാനത് പറയാൻ വിട്ടുപോയി. തകലുകൊട്ടാമ്പ്രത്തിൻ്റെ പാട്ട് റെക്കോർഡിങ് നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. സ്റ്റുഡിയോയിൽ യേശുദാസ് ഇരുന്ന് തകലുകൊട്ടാമ്പ്രത്തിൻ്റെ വരികളൊക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കയ്യിലൊരു വലിയ ഡയറി ഉണ്ട് ബാലുകുര്യത്തിന്. ഈ ഡയറി ആ സ്റ്റുഡിയോയിൽ എഞ്ചിനീയറുടെ റൂമിൽ സോഫയിലോ എന്തോ വച്ചിട്ട് എന്തോ ആവശ്യത്തിന് അദ്ദേഹം പുറത്തേക്ക് പോയി. പാട്ടെല്ലാം പഠിച്ചിട്ട് യേശുദാസ് വെറുതെ ഇരിക്കുമ്പോൾ ഈ ഡയറി എടുത്ത് വെച്ച് മറിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് 1000-ഓളം പാട്ടുകളുണ്ട് ആ ഡയറിയിൽ. തൊടിയും ഡയറിയില്ല, 1000-ഓളം പാട്ടുകളുണ്ട്. ഈ 1000 പാട്ടുകളും ഏതോ പെൺകുട്ടിയെ മനസ്സിൽ കണ്ടിട്ട് വിഷാദ ഗാനങ്ങളാണ്. എല്ലാം എഴുതിയിരിക്കുന്ന ഒരു അവശ കാമുകൻ്റെ വരികളാണ്. തിരിച്ചു വന്നപ്പോൾ ബാലുകുര്യത്തിനോട് പറഞ്ഞു, തരങ്ങണി കാസറ്റ് ഇറക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. അതിലെ വിഷാദ ഗാനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുന്നു. അതിൽ ആദ്യത്തെ കാസറ്റ് ബാലുകുര്യത്താണ് എഴുതുന്നത്. ചെയ്യണ്ട, ഈ ഡയറിയിൽ നിന്നേ ഏറ്റവും നല്ല 12 പാട്ട് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, ആ 12 പാട്ടെടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലുകുര്യത്തിൻ്റെ ഡയറിയിൽ നിന്ന് യേശുദാസ് തിരഞ്ഞെടുത്ത 12 പാട്ടുകളാണ് വിഷാദ ഗാനങ്ങളെന്ന് പറഞ്ഞാൽ എന്നത്തെയും സൂപ്പർ ഹിറ്റായ പാട്ടുകളുണ്ടായത്. അങ്ങനെയൊക്കെയുള്ളൊരു വലിയ കലാകാരനോടൊപ്പം ഒരുപാട് ഹ്യൂമർ പറയാനുണ്ട് ബാലുച്ചേട്ടനെ കുറിച്ച്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം. തമാശ ചിരിച്ച് മണ്ണിപ്പി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത്, എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പോലും ഞാൻ സിനിമയിൽ വെണ്ടർ ഡാനിയൽ ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ നല്ല തിരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടറായി. പക്ഷേ എത്രയോ വർഷമായി നമ്മൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് തോന്നും ബാലുച്ചേട്ടൻ്റെ പെരുമാറ്റം കണ്ടാൽ. അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ചേരിതിരിവുമില്ല, എല്ലാ പേരോടും എപ്പോഴും ഹാപ്പിയായിട്ട് പെരുമാറുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാലുച്ചേട്ടന് ഇഷ്ടമാണ്. കാരണം മസിൽ പിടിക്കില്ല, ചിരിക്കാൻ പഞ്ഞമില്ല, ചെറിയ തമാശ കേട്ടാലും ഉച്ചത്തിൽ ചിരിക്കും, നല്ല ഫലിതങ്ങൾ നമ്മളോട് പറയും. ഈ സംവിധായകനാണെന്നുള്ള ഒരു ഭാരവും കൊണ്ട് നടക്കാത്ത മനുഷ്യൻ, പാവം മനുഷ്യനാണ് ബാലുച്ചേട്ടൻ. എന്തായാലും ആ വെണ്ടർ ഡാനിയൽ എന്ന് പറഞ്ഞൊരു സിനിമ നല്ല സിനിമയല്ലേ. വെണ്ടർ ഡാനിയൽ ഓടിയില്ല എങ്കിൽ പോലും തിലകൻ ചേട്ടൻ മനോഹരമായി ചെയ്ത സിനിമയാണ്, പൊന്നമ്മ ചേച്ചി മനോഹരമായി ചെയ്ത സിനിമയാണ്. ഞാൻ ചിപ്പിയോടും ബിന്ദുജ മേനോനോടും സുധീഷിനോടും ഒക്കെ സഹകരിച്ച ഏക സിനിമയാണ്, ജഗദീഷിനോടും ഒക്കെ സഹകരിച്ച ഏക സിനിമയാണ്. നല്ല പാട്ടുകൾ, നമ്മുടെ SP വെങ്കടേഷ് സംഗീതം കൊടുത്ത് കൈതപ്രം എഴുതിയ നല്ല പാട്ട്, നീലക്കണ്ണ നിന്നെ കണ്ടു എന്നുള്ള പാട്ടൊക്കെ ഉള്ള പടമാണ്. അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മകൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് ഞാൻ ആ പടത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു എന്നുള്ളതുകൊണ്ട് എന്ന് ഞാൻ വെണ്ടർ ഡാനിയലിനെ കുറിച്ച് ഓർക്കും. അതിൻ്റെ നിർമ്മാതാവായ അഹമ്മദ് എന്ന് പറയുന്ന ഞാൻ പ്രിയപ്പെട്ട, ഞങ്ങളെല്ലാവരും അണ്ണ എന്ന് വിളിക്കുന്ന അഹമ്മദ് അണ്ണ എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ഇപ്പോൾ മാവേലിക്കരയിലുണ്ട്. അദ്ദേഹം ഗൾഫിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് വ്യവസായം എല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് മാവേലിക്കരയിലുണ്ട്. എനിക്ക് തോന്നുന്നു വെണ്ടർ ഡാനിയൽ എന്ന് പറഞ്ഞ സിനിമയുമായി സഹകരിച്ചതിൽ ഒരാളെ അദ്ദേഹം വിളിക്കാറുള്ളത് തന്നെയാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ബാലുകുര്യത്തുമായിട്ട് വെണ്ടർ ഡാനിയൽ എന്ന് പറഞ്ഞ പടം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിലെ തമാശകളൊക്കെ പിന്നെ ഒരിക്കൽ പറയാം. ഈ ദർശൻ രാമിനെയും ഈ ബാലുകുര്യത്തിനെയും ഒന്നിച്ച് കണ്ടപ്പോഴാണ് ഈ നമ്മുടെ സെഗ്മെൻറ്റിൽ അത് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബാലുച്ചേട്ടന് ഇനിയും സിനിമകൾ ചെയ്യാനും മമ്മൂട്ടിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ബാലുച്ചേട്ടൻ. അതുപോലെ തന്നെ തകലൂട്ടാമ്പറം, പാവം പൂർണിമ, ആ പടങ്ങളിലൊക്കെ മോഹൻലാൽ ഉണ്ടായിരുന്നു നായകൻ. ഈ കൊറോണ കാലത്ത് എല്ലാം സ്തംഭിച്ച് കിടക്കുന്ന സമയത്ത് മോഹൻലാൽ അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാവരെയും ഫോൺ ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും ബാലുച്ചേട്ടനെ വിളിച്ചു. ബാലുച്ചേട്ടൻ അത് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയതുപോലെ സന്തോഷത്തോടെ എന്നെ വിളിച്ച് സംസാരിച്ചടാ, മോഹൻലാൽ വിളിച്ചിരുന്നടാ, ബാലുച്ചേട്ടാ സുഖമാണോ, സാമ്പത്തികമായി വല്ല പ്രശ്നമുണ്ടോ, ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചത് ഒരു പത്മശ്രീ കിട്ടുന്നതിനേക്കാൾ സന്തോഷത്തോടെയാണ് ബാലുച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ വ്യക്തിബന്ധം, എല്ലാവരോടും വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. എന്തായാലും ബാലുച്ചേട്ടന് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി ഒരുപാട് കാലം ഇനിയും കലാരംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.